അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അബൌട്ട് ലിക്വിഡിറ്റി ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഡിസ്കസ് ചെയ്തു, അതേപോലെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, MSS, പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ, ഡിമാൻഡ് സപ്ലൈ സോൺ, ഓർഡർ ബ്ലോക്ക്, FEG. അതിനുശേഷം ലിക്വിഡിറ്റിയിലേക്ക് അല്ലെ, PD, IDM, ഈക്വൽ ഹൈസ് ആൻഡ് ലോസ്. ഇങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. പിന്നെ ഹൈ ടൈം ഫ്രെയിമിൽ നമ്മൾ ഡെയിലിയിലൊക്കെ ഉണ്ടാക്കുന്ന ലോസ്, ഹൈസ്, അവിടെ ഉണ്ടാകുന്ന FEGs, അതേപോലെ ഓർഡർ ബ്ലോക്സ്, അവിടെ നിന്നൊക്കെയുള്ള റിയാക്ഷൻ. ഓക്കെ. ഞാനിപ്പോ ഇപ്പൊ കാണിച്ചേക്കുന്ന ചാർട്ട് എന്ന് പറഞ്ഞാല് MNQ, അഥവാ പിന്നെ നമ്മുടെ മൈക്രോ മിനി എന്ന് പറയും, നാസ്ദക്കിന്റെ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടാണ്. അപ്പം ഞാൻ പുഷ് ചെയ്ത ഒരു ട്രേഡ് ഉണ്ട്. ഓക്കെ. ആ ഒരു ട്രേഡ് ആക്ച്വലി, ഈ ഒരു ട്രേഡിന്റെ ബയാസ് എന്ന് പറഞ്ഞാലും സിംപ്ലി എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ FEG എന്നുള്ള റിയാക്ഷൻ. ഓക്കെ. ഇത് ഒരു CRT ബേസ്ഡ് ട്രേഡ് കൂടിയാണ്. ഓക്കെ. എനിവേ, നമ്മുടെ SMC വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതാ ഇവിടെ നമുക്കൊരു ഡെയിലി FEG കാണാം അല്ലേ. നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് ബ്രേക്ക് വന്ന ഏരിയ കണ്ടില്ലേ. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ട്, ഇതെന്താ, ഞാനിപ്പോ ഈ ലാസ്റ്റ് ഡ്രോ ചെയ്തേക്കുന്ന ഇതെന്താണ്? previous day high. പ്രീവിയസ് ഡേ ഹൈ. യെസ്, പ്രീവിയസ് ഡേ ഹൈ ഉണ്ട് അല്ലെ. ഡെയിലി FEG ഉണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സിങ് ഹൈ നമ്മളൊരു ഡിസ്കൗണ്ടും പ്രീമിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ പ്രീമിയം ഏരിയ, പ്രീമിയം ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ഓക്കെ. ആ പ്രീമിയം ഏരിയയിൽ നമുക്ക് മാർക്കറ്റ് ആ പ്രീമിയം ഏരിയയിലേക്ക് ഇവിടെ എന്ത് ചെയ്തു, ടച്ച് ചെയ്തു. അപ്പം ഇതൊരു കീ ഏരിയ ആണ്, കീ ലെവലാണ്. ഓക്കെ. ആ കീ ലെവലിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ, ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ എത്തുമ്പം ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ. ആ റിയാക്ഷനാണ് നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഒരു ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ ബയാസ് ഇപ്പം എടുക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു അല്ലെ, ഇവിടെ ഒരു FEG. അപ്പൊ ഇവിടുന്ന് എടുത്ത് മാർക്കറ്റ് ഇങ്ങനെയും ഇത്രയും മുകളിലേക്ക് പോണ ഇത്രയും വലിയ മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് സിംപ്ലി ആ ഒരു റിയാക്ഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ. ഞാനിപ്പോ 4 ഹവറിലേക്ക് വരികയാണെങ്കിലും നിങ്ങൾക്ക് കാണാം 4 ഹവറിന്റെയും ആ ഒരു ഡിസ്കൗണ്ടും പ്രീമിയം ലാസ്റ്റ് നമുക്കൊരു ബ്രേക്ക് കൂടെ വന്നത്. 4 ഹവറിന്റെയും ഡിസ്കൗണ്ടും പ്രീമിയത്തിൽ തന്നെയാണ് ആ ഒരു ഏരിയ ഉണ്ടായിരുന്നത് അല്ലെ. 4 ഹവറിന്റെ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ, 4 ഹവറിൽ ഈ ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് വന്ന ഈ ഏരിയ ഓൾസോ ഡെയിലി FEG ഉള്ള ഏരിയ ആണ്. 4 ഹവറിന്റെ പ്രീമിയം ആണ്. ഓക്കെ. ഇത് നമുക്ക് നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ ആണ്. ഓക്കെ. അപ്പോൾ ആ പ്രീവിയസ് ഡേ ഹൈ എടുക്കുന്നു. ഓക്കെ. പിന്നെ 1 ഹവറിൽ നമ്മൾ നോക്കുകയാണെങ്കിലും 1 ഹവറിൽ ആ മാർക്കറ്റ് ആ പ്രീവിയസ് ഡേ ഹൈ എടുത്തതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഒരു 1 ഹവറിൽ മാർക്കറ്റ് ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? Consolidation. കൺസോൾട്ടേഷൻ തന്നു അല്ലേ. അപ്പൊ കൺസോൾട്ടേഷൻ തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഭാഗം ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്യുമ്പം ആക്ച്വലി ഇവിടെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്ത്, കളക്ട് ചെയ്ത് അല്ലെ. ഈ കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുന്ന് മാർക്കറ്റ് സെല് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഒരു കൺസോൾട്ടേഷനിൽ നടക്കുക അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ട, ഇതാണ് നമ്മളെ ആ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ. ഓക്കെ. ഈ കൺസോൾട്ടേഷൻ നടന്ന ഏരിയയിൽ ഇതിന്റെ ടോപ്പിലൊക്കെ സെല്ലേഴ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ബയ്യേഴ്സ് ഇതിന്റെ താഴെ എന്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ നടന്ന ഏരിയന്റെ മുകളിലേക്ക് മാർക്കറ്റ് ഇറങ്ങി അത് എവിടേക്കാണ് മിറ്റിഗേറ്റ് ചെയ്യുന്നത്? ഒരു ഡെയിലി FEGയിലേക്കാണ് മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നത്. അതൊരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലേക്ക് വന്നിട്ടാണ് മിറ്റിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇവിടെ സംഭവിക്കുന്ന 1 ഹവർ CRT ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി ഞാൻ എൻട്രി എടുത്തതെന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇതെന്നാണ് എൻ്റെ എൻട്രി വന്നത്. ഓക്കെ. അറൗണ്ട് 1:3 നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. ഓൾസോ ഈ ഒരു റേഞ്ചിന്റെ ലോ ആയിരുന്നു ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കുക. അപ്പൊ ഈ 4 ഹവറിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ നമുക്ക് 4 ഹവറിൽ ഇവിടെ ഒരു FEG കാണാം അല്ലെ. ഓക്കെ.
പിന്നെ 1 അവറിൽ വരുമ്പം ആ ഒരു റേഞ്ച് ലോ എടുത്തിട്ട് 4 അവറിന്റെ എന്തിലേക്ക് വന്നു, FEGയിലേക്ക് വന്നു. 1 അവറിൽ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി എടുത്തിട്ട് ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവലിലേക്ക് വന്നു. അവിടുന്ന് മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇനി നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും. ലൈക്ക് ഈ ഒരു എൻട്രി വരുന്ന മെത്തേഡിലൊക്കെ ഒന്നുകൂടിയും ഓരോ ബ്രേക്ക് ഡൗൺസ് പറയുമ്പോൾ നമ്മൾ പറയും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ എന്ത് സംസാരിച്ചത്, അബൌട്ട് ലിക്വിഡിറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. ആ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് പേര് മാത്രമാണ് അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തത്. നിങ്ങൾ മാക്സിമം അതിൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാവും, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്കത് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ. സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോണ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് അബൌട്ട് സെഷൻ ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ. അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് സ്ട്രാറ്റജി. ഓക്കെ. സെഷൻ ലിക്വിഡിറ്റി. ഇതോട് കൂടിയിട്ട് നമ്മുടെ ലിക്വിഡിറ്റിന്റെ ടോപ്പിക് എൻഡ് ആവും. ഓക്കെ. ഈ സെഷൻ ലിക്വിഡിറ്റി എന്ന് പറയുമ്പം നമുക്ക് ഏതൊക്കെ സെഷനുകളുണ്ട്, ഏതൊക്കെ സെഷൻസാണ് നമുക്ക്, ട്രേഡിംഗ് സെഷൻസാണ് നമുക്കുള്ളത്? ലണ്ടൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഏഷ്യൻ സെഷൻ ഉണ്ട്, ലണ്ടൻ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, അല്ലേ? ന്യൂയോർക്ക് ഉണ്ട്. ആക്ച്വലി ഈ 3 സെഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഈ ഓരോ സെഷന്റെയും ടൈമിങ്സ് അറിയോ നിങ്ങൾക്ക്? ടൈമിങ്സ് അറിയാവോ? ഏഷ്യൻ സെഷൻ ആക്ച്വലി ഏത് ടൈമാണ്? ലണ്ടൻ സെഷൻ എപ്പോഴാണ്? 9 to 11 ഏതാണ്? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏഷ്യൻ സെഷന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഓക്കെ. നമുക്കൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഈ ഇൻഡിക്കേറ്റർ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ സിംപ്ലി നമ്മൾക്ക് ആ ഒരു സെഷൻസ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാർട്ടിൽ ഓട്ടോമാറ്റിക് അടയാളപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻസ് യൂസ് ചെയ്യണേ. സോറി, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണേ. ഓക്കെ. ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സിൽ TFXT, ഒരു സെക്കൻഡ്. യാ, ഓക്കെ. അപ്പം ഈ ഇൻഡിക്കേറ്റേഴ്സിൽ, ഹലോ, കേൾക്കുന്നില്ലേ എല്ലാവർക്കും? നിങ്ങൾ ഈ ഇൻഡിക്കേറ്റേഴ്സിന്റെ സെഷന്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവില് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഇവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, DFXT ICT ട്രൂ ഡേ എന്നുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്യുക. ഒന്ന് സ്റ്റാർ ചെയ്ത് വെച്ചോ, ഫേവറേറ്റ് ആയിട്ട് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്ററിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഓണായി വന്നോളും. ഓക്കെ. ഈ DFXT ICT ട്രൂ ഡേ എന്നുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ. ആ ഇൻഡിക്കേറ്റർ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രോൾ ബട്ടൺ മുകളിലേക്ക് താഴെ ആക്കിയാൽ മതി. ഓക്കെ. ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കണ്ണിന്റെ ചിഹ്നം നിൽക്കിയാൽ ഹൈഡായി പോകും. ഓക്കെ. അതിന്റെ സെറ്റിങ്സ് എടുക്കുക. ഓക്കെ. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കാൻ ഇതിൽ തന്നെ സെക്കൻഡ് ബട്ടൺ നിൽക്കിയാൽ മതി. സെറ്റിങ്സ് എടുക്കുക. ഓക്കെ. ഞാനിത് റീസെറ്റ്. ഓക്കെ. ഓക്കെ. സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ ഓൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമാണ് കാണിക്കുക. ഓക്കെ. ഒരു യെല്ലോ കളറുള്ള ഏരിയ ഉണ്ടാവും, ഒരു ബ്ലൂ കളറിലുള്ള ഏരിയ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറിലുള്ള ഒരു പിങ്ക് കളറിലുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിലൊക്കെ ഓരോ പേരും എഴുതിയിട്ടുണ്ട്. ഓക്കെ. യെല്ലോയിലൂടെ ഏഷ്യൻ, ലണ്ടനിൽ ലണ്ടൻ, സോറി ഈ ബ്ലൂവിൽ ലണ്ടൻ, പിന്നെ നെക്സ്റ്റ് ഈ കളറിൽ ന്യൂയോർക്ക്. ഓക്കെ. അപ്പം ഇത്
ഓരോ സെഷൻസ് ഉണ്ടായ ആ ഒരു ടൈമിങ്സിനെയാണ് ആക്ച്വലി ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്, ഈ ഓരോ കളേഴ്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെറ്റിങ്സ്, ഇത് ഭയങ്കര ബോറായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ സെറ്റിങ്സ് സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പൊ സെറ്റിങ്സ് എടുക്കുക. ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓണാക്കി കൊടുക്കണം അല്ലേ. അപ്പൊ ന്യൂയോർക്ക് ഓണാക്കിയിട്ടുണ്ട്, ലണ്ടൻ ഓണാക്കിയിട്ടുണ്ട്, ടോക്കിയോ സിഡ്നി നമുക്ക് വേണ്ട. ഓക്കെ, ഈ ഒരു ഏഷ്യ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ടിക്ക് ഒഴിവാക്കുക. ഓക്കെ, ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സെഷന്റെ പേരുകൾ എന്ത് ചെയ്യില്ല, ആ ഒരു ഇതിൽ വരത്തില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്രൈസ് ലെവൽ ഇതൊക്കെ ടിക്ക് കൊടുത്തോ, ന്യൂയോർക്കിന്റെ പ്രൈസ് ലെവലൊക്കെ ടിക്ക് കൊടുത്തോ. ഓക്കെ, പിന്നെ ഓപ്പണിംഗ് പ്രൈസ് സെറ്റിങ്സ് അത് കടന്നോട്ടെ. ഏഷ്യൻ റേഞ്ച്, ഓക്കെ, അതിൽ ഈ ഷോ ടെക്സ്റ്റ് എന്ന് ഒഴിവാക്കിയാൽ പിന്നെ ഏഷ്യന്റെ അവിടെ എന്ത് കാണില്ല, ആ ടെക്സ്റ്റ് കാണത്തില്ല. ഓക്കെ, ഇനി ഈ ഒരു കളർ വേണ്ട നിങ്ങൾക്കൊന്നുകൂടി, ഒരു ബ്ലാക്കിഷ് കളർ തന്നെ കുറച്ചൊരു ഒപ്പോസിറ്റ് കുറച്ചൊരു ഇതില്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ആ ഒരു യെല്ലോയിഷ് മാറിയിട്ട് ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡേ ഓഫ് ദ വീക്ക് ഇപ്പൊ താഴെ മൺഡേ എന്ന് കാണുന്നുണ്ട് അല്ലെ, ട്യൂസ്ഡേ എന്ന് കാണുന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ടിക്ക് കൊടുക്കുക. ഓക്കെ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ഓഫ് ചെയ്യുക. ഓക്കെ, അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല, താഴെ തന്നെ നമുക്ക് ആ ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ മാക്സിമം ടൈം ഫ്രെയിം ടു ഡിസ്പ്ലേ കിൽ സോൺ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്സ് ആണ്. അതായത് ഇപ്പം ഇത് 1 അവറിൽ ഇട്ടാലേ ഇത് കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് 4 അവറിലും ഡെയിലിയിലൊക്കെ നമുക്ക് 4 അവറിൽ മാത്രം, ഡെയിലിയിൽ നമുക്ക് എന്തായാലും ഈ സെഷൻസിൻ്റെ ഇത് കിട്ടിയിട്ട് കാര്യമില്ല. 4 അവർ വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിടണം, ആ ഒരു 240 എന്നുള്ള ആ ഒരു ടൈപ്പ് കൂടെ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് 4 അവറിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ലണ്ടൻ ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ കൊടുക്കുക. അപ്പോൾ ലണ്ടൻ എവിടെയാണോ ഓപ്പൺ ആയത് ആ ഏരിയയിലൊക്കെ ഒരു താഴെ ഒരു ലൈൻ ഇവിടെ വരും. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ഒരു സെഷൻസിന്റെ മാത്രം കാര്യം കിട്ടിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വോയിസ് ഒക്കെ നല്ലൊരു മ്യൂട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇവിടെ സെഷൻസ് എന്തായി, ഇവിടെ കിട്ടി. ഓക്കെ, ഇപ്പം ഫസ്റ്റത്തെ ഈ ഒരു ഗ്രേ കളറിലുള്ളതാണ് ഏഷ്യൻ സെഷൻ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ലണ്ടൻ, ആൻഡ് ഈ ഒരു ഓവർലാപ്പ് ചെയ്തെടുക്കുന്ന നെക്സ്റ്റ് ഈ ഒരു കളറിലുള്ളതാണ് നമ്മുടെ ന്യൂയോർക്ക്. ഓക്കെ, ഇനി ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സെഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ICT അല്ല സോറി ഈ SMC വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ പറ്റും. സെഷൻ ബേസ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ ട്രേഡ്സ് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജിയെ വിളിക്കുന്ന പേരാണ്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഏഷ്യൻ ഹൈ ലോ സ്ട്രാറ്റജി. ഓക്കെ, ഏഷ്യൻ ഹൈ ലോ സ്ട്രാറ്റജി. ഇത് ആക്ച്വലി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഏഷ്യൻ സെഷന് നമ്മളൊരു ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്ത ഒരു സെഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ സെഷന്റെ ഹൈ അല്ലെങ്കിൽ ലോ പെർജ് ചെയ്യുമ്പോൾ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള മൂവ്മെന്റ്. ഓക്കെ, അതായത് നമ്മൾ ചാർട്ടിൽ വരക്കുകയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് ഒരു ഡേയില് ഈ ഒരു ഏരിയയിൽ ഏഷ്യൻ സെഷൻ ഫോം ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഏഷ്യൻ സെഷൻ ഫോം ചെയ്തു. അതിനുശേഷം ലണ്ടൻ സെഷനിൽ മാർക്കറ്റ് ഈ ഒരു ഏഷ്യനിൽ ഫോം ചെയ്ത ഹൈ, അതാണ് ഏഷ്യൻ ഹൈ. ഓക്കെ, ഏഷ്യനിൽ ഫോം ചെയ്ത ലോ, അതാണ് ഏഷ്യൻ ലോ. അപ്പോൾ ഈ ഒരു സെഷനിൽ ഫോം ചെയ്ത ഹൈ അഥവാ ഏഷ്യൻ ഹൈ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പർജ് ചെയ്യുന്നു, മുകളിലേക്ക് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു. ആൻഡ് ആ ഒരു സമയത്ത് ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ലണ്ടൻ സെഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പർജ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടണം, ഒരു ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
ഈ ഒരു ഏഷ്യന്റെ ലോ വരെയുള്ള ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു മെത്തേഡാണ്, ഒരു സ്ട്രാറ്റജിയാണ് ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി. ഓക്കെ, ഇത് ഏഷ്യൻ സെഷനെ നമ്മളൊരു ലിക്വിഡിറ്റി ഉള്ള സെഷനായിട്ട് കണക്കാക്കിയിട്ട് ആ ഒരു സെഷനിൽ മാർക്കറ്റ് എയ്തർ സൈഡ് പെർജ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള മൂവ്മെന്റ്, ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇൻ ദ സെൻസ്, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് മാത്രം ഹൈ പർച്ച് ചെയ്തു അതുകൊണ്ട് ഇനി ലോയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്യരുത്. ഇവിടെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പർച്ച് ചെയ്ത് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്തിലേക്കായിരിക്കണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതെന്തായിരിക്കണം? Bronze. സോൺസ് അഥവാ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ ആയിരിക്കണം. ഓക്കെ, ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലേക്കാണ് മാർക്കറ്റ് ഈ ഒരു ഹൈ പർച്ച് ചെയ്ത് മുകളിലേക്ക് നമുക്ക് മിറ്റിഗേഷൻ തരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു റിവേഴ്സൽ ആഫ്റ്റർ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, ഇനി വൈ ഏഷ്യൻ സെഷൻ, നമ്മൾ എന്തുകൊണ്ട് ഏഷ്യൻ സെഷനെ ഓ, ഒരു ലിക്വിഡിറ്റി ഉള്ളതായി കൺസിഡർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാണുന്ന ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഇവിടെ കോമൺലി നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത എന്താ? ഏഷ്യൻ സെഷനിൽ എന്താണ് സംഭവിക്കണേ? മാർക്കറ്റിൽ വളരെ ലോ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, അല്ലെ? ഓൾസോ എന്തു തന്നെയാണ്, ഒരു കൺസോൾട്ടേഷൻ ആണ് അധിക സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുക. റയർ ആയിട്ട് നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും മാർക്കറ്റ് എന്ത് ചെയ്യണേ? ഒരു കൺസോൾട്ടേഷൻ ആണ്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആണ് തരുന്നത്. ഓക്കെ, അഗെയിൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഏരിയ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിളി ഈ ഒരു കൺസോൾട്ടേഷൻ എടുത്താൽ മതി. കാരണം കൺസോൾട്ടേഷൻ തന്നെ അവിടെ എന്താണ്, ഈക്വൽ ഒരു ഡിമാൻഡ്, അല്ലെ? ഡിമാൻഡ് സപ്ലൈന്റെ ഒരു ഈക്വൽ മൂവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, കണ്ടോ നമുക്ക് പ്രോപ്പർ കൺസോൾട്ടേഷൻ. ഓക്കെ, ഇനിയിപ്പോ കൺസോൾട്ടേഷൻ അല്ലെങ്കിലും, ഇപ്പൊ ഇവിടെ ഒന്നും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കൺസോൾട്ടേഷൻ അല്ല, മാർക്കറ്റ് ഇങ്ങനെ ഡൗണിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്ത്. അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു? പിന്നെ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലേക്കാണ് മാർക്കറ്റ് വന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓപ്പോസിറ്റ് മൂവ്മെന്റ് നമുക്ക് ലണ്ടൻ സെഷനിൽ നോക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏഷ്യൻ സെഷനെ കൺസിഡർ ചെയ്തിട്ട്, കമ്പാരിറ്റീവ്ലി ഇതൊരു ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് കൺസിഡർ ചെയ്തിട്ട് ഒരു ഓപ്പോസിറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി നമ്മളിവിടെ ചൂസ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ഇനി ഇത് ഏത് ടൈമിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഏഷ്യൻ സെഷൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന UTC-4 ആണ്, അഥവാ നമ്മുടെ ന്യൂയോർക്ക് ടൈമാണ് ഞാനിവിടെ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടൈമാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് ഇന്ത്യൻ ടൈമിലേക്ക് ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ, സോറി, ഇവിടെ UTC-4 നിങ്ങൾ മാറ്റിയിട്ട് +530 ആക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചാർട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അവിടെ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ഒരു വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ നവംബർ, ഓക്കെ, ആ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേ ലൈറ്റ് സേവിങ്സ് ഓഫ് ആവുന്ന ടൈമൊക്കെ വരുന്നുണ്ട് ന്യൂയോർക്കിൽ. ഓക്കെ, ലണ്ടനിലൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഡേ ലൈറ്റ് സേവിങ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ 1 അവർ മുന്നിലേക്കും പിന്നിലേക്കും നമ്മൾ ഓൾറെഡി ഇപ്പം ഇന്നിപ്പം 9 മണിക്കാണ് ഏഷ്യൻ സെഷൻ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ 10 മണിക്കോ ഒക്കെ ആയിരിക്കും ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ സെറ്റിങ്സ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ ഒരു ടൈം എന്നുള്ളത് അവിടെ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അതേസമയം ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി UTC-5 തന്നെ ആക്കി, UTC-4 തന്നെ ആക്കി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫെർദർ ഈ ഡയലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഓൺ ആയില്ലേ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവും. കാരണം ഇത് നമ്മളോട് സെറ്റ് ചെയ്തേക്കുന്ന ഓൾ ടൈംസ് ആർ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു UTC-4 യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ഇപ്പൊ ഇന്ത്യൻ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലണ്ടനൊക്കെ ഓപ്പൺ ആവുന്ന സമയം, ഓക്കെ, അതൊക്കെ നമുക്ക് അറൗണ്ട് എനിക്ക് തോന്നുന്നു 12:30 ആയിരിക്കും. ഓക്കെ, കൊളംബോ, കൊളംബോ അല്ല,
കൊൽക്കത്ത. ഓക്കെ. അപ്പം ഇവിടെ ഉണ്ടോ, 12:30ക്കാണ് ലണ്ടൻ ഓപ്പൺ ആവുന്നത്. ഓക്കെ. പിന്നെ ഒരു 6:30 ആ ഒരു ടൈം, പിന്നെ 10:30 വരെ ആ ഒരു സമയം വരെയാണ് ഏഷ്യൻ സെഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു അരന്റെ കണക്കാ വരിക, 12:30, 7:30, ഓക്കെ, അല്ലെങ്കിൽ 7 മണി, 6:30, അങ്ങനെ ഒരു കണക്കാണ് വരിക. അപ്പോൾ അതിലിങ്ങനെ കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാർട്ട് UTC-4 ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്കത് രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഏഷ്യൻ സെഷന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 6:30 to 10:30, രാവിലെ 6:30 മുതൽ ഇപ്പോൾ നിലവിൽ 10:30 വരെയാണ് ഏഷ്യൻ സെഷൻ വരിക. അതിനുശേഷം ലണ്ടൻ ഓപ്പൺ ആവുന്നത് അറൗണ്ട് 12:30 ആ ഒരു സമയത്താണ്. ഓക്കെ. 12:30ക്കാണ് ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ നമ്മുടെ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞാൽ 5:30, വൈകിട്ട് 5:30ക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ലോ ആണ് ന്യൂയോർക്കിന്റെ ലോ, ഇവിടെ ലണ്ടന്റെ ലോ. ഓക്കെ. നിങ്ങൾക്ക് ഈ സമയം ഇവിടെ താഴെ കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ ടൈമിന്റെ കാര്യം? നിങ്ങൾ ഏതർ UTC-4 യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യുക, ഈ ഒരു 5:30 എന്നുള്ള ഇന്ത്യൻ ടൈം യൂസ് ചെയ്യുക. ഓക്കെ. ഐ സജസ്റ്റ് യു ടു യൂസ് UTC-4. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രത്തോളം അത് വർക്ക് ആവുന്നുണ്ട്, എത്രത്തോളം നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ. ഇത് വൺ ഓഫ് ദ സ്ട്രാറ്റജി ആണ്, ഈ ഒരു സ്ട്രാറ്റജി മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ഏരിയ എടുക്കാം, സിംപ്ലി ഒരു ഏരിയ. നമ്മൾ കുറച്ച് പിറകിലേക്ക് ഇട്ട് പോകാം. ഈ 12 കൊണ്ട് നോക്കാം. ഈ സ്ട്രാറ്റജിന്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ബേസിക് ഐഡിയയിൽ കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. സോ ഓക്കെ, നിങ്ങൾ മനസ്സിലാണെങ്കിൽ മനസ്സിലായണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ. ഈ സ്ട്രാറ്റജി നമുക്ക് എല്ലാ ദിവസവും അതേ സമയത്ത് വർക്ക് ആവണമെന്നില്ല. ചില സമയത്ത് നമുക്ക് എൻട്രീസ് തരാതെ പോവാം, ചില സമയത്ത് നമുക്ക് എൻട്രീസ് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ഈ ഒരു ഏരിയ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. റീപ്ലേ മോഡ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിക്ക് മുമ്പായിട്ട് സെറ്റിങ്സിന്റെ സ്ക്രീൻഷോട്ട് ഇടാം. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു ഇപ്പോൾ നമ്മൾ നേരെ 1 അവറിലേക്ക് വരാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീക്ക്ലി, ഡെയിലി, 4 അവർ ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക്, അല്ലെ, ഈ ഒരു 1 അവറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ലോ ടൈം ഫ്രെയിമിന്റെ എൻട്രി ഏരിയയിലേക്ക് നമ്മൾ വരാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ഓവറോൾ ബയാസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ബുള്ളിഷ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക, മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഏഷ്യൻ സെഷൻ വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബിയറിഷ് ട്രേഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അതും എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു വീക്ക്ലി, ഡെയിലി FEGയിലേക്കുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴാണെങ്കിലും വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ വന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വീക്കിലി, ഡെയിലി, 4 അവർ വന്നിട്ട് വേണം ലോ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പം ഞാൻ വീക്ക്ലി വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു വീക്ക് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പോൾ വീക്ക്ലി മാർക്കറ്റിൽ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഓഫ് കൺസോൾട്ടേഷൻ ആണ് ഇപ്പൊ കിട്ടുന്നത്, അല്ലെ? വീക്കിലി ഈ ഒരു ക്യാൻഡലിനകത്താണ് തൊട്ടടുത്ത ക്യാൻഡിലും തൊട്ടടുത്ത ക്യാൻഡിലും ഒക്കെ നിൽക്കുന്നത്. ഓക്കെ. പിന്നെ വീക്കിലി മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ലെവലായിരുന്നു ഇത്. ഓക്കെ. എന്തുകൊണ്ടാണ് ഞാനത് മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവലാണെന്ന് പറയാനുള്ള കാര്യം, പ്രീവിയസ് കുറെ മുമ്പത്തെ ഒരാഴ്ചയുടെ വീക്ക് ലോ ആയിരുന്നു ഇത്, അല്ലെ? സ്വിംഗ് ലോ ആയിരുന്നു.
അതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, അഗെയിൻ നമുക്കിവിടെ പ്രീവിയസ് വീക്ക് ഹൈ ഇവിടെ അവൈലബിൾ ഉണ്ട്. അതേപോലെ നമുക്കിവിടെ പ്രീവിയസ് വീക്കിലോ ഇവിടെ അവൈലബിൾ ഉണ്ട്. സോറി, പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് പ്രീവിയസ് വീക്ക് ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഈ ഒരു ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? താഴത്തേക്ക് ബ്രേക്ക് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ ആക്ച്വലി ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചറിന് ശേഷം മാർക്കറ്റ് ഇവിടെ താഴത്തേക്ക് ഒരു MSS താഴത്തേക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഡിസ്കൗണ്ട് പ്രീമിയം റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആസ് പെർ SMC നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് വീക്ക്ലിയിൽ തന്നെ നമുക്കിവിടെ ഒരു FEGയും അവൈലബിൾ ആണ്. വീക്ക് FEG അവൈലബിൾ ആണ്. ഓക്കെ, വീക്ക് ഓർഡർ ബ്ലോക്ക് അവൈലബിൾ ആണ്. ഞാൻ ഈ FEG ആക്ച്വലി ഇതൊരു ചിലപ്പോൾ ഡിസ്കൗണ്ടിലൊക്കെ കിടക്കുന്ന FEG ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ട് മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ, അത് ഡിസ്കൗണ്ടിലാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ഇവിടെ നിന്ന് എത്തുമ്പോൾ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടും. പിന്നെയായിരിക്കും ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇതിവിടെ മാർക്ക് ചെയ്യാനുള്ള ഒരു റീസൺ. ഓക്കെ, അപ്പൊ ഞാനിത് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഡെയിലിയിലേക്ക് വരാം. ഓക്കെ, ഡെയിലിയിലേക്ക് വരാം. മൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റിൽ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡെയിലിയിലേക്ക് വരുമ്പോൾ ഡെയിലിയിലും മാർക്കറ്റ് ഒരു ബിയറിഷ് സെന്റിമെന്റ് തന്നെയാണ് കാണിക്കണത് അല്ലേ. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? MSS തരുന്നുണ്ട്. അഗെയിൻ ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് ഓഫ് ആക്കുകയാണ്. ഓക്കെ, ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ വീക്കിലി FEG ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഹൈ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഒരു ഈക്വൽ ഹൈസ് ആണ് ഇവിടെ ആക്ച്വലി ഉള്ളത്. ഓക്കെ, ഈക്വൽ ഹൈസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ആസ് എ ലിക്വിഡിറ്റി പോയിന്റ് നമുക്കിവിടെ ഈക്വൽ ഹൈസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറെ നോക്കുമ്പോൾ താഴത്തേക്ക് ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അഗെയിൻ മാർക്കറ്റ് ഇപ്പോൾ കൈൻഡ് ഓഫ് ഏരിയയിലാണുള്ളത്. ഇപ്പോൾ ഈ ഒരു ഏരിയ, ഇത് പ്രീവിയസ് വീക്ക് ലോ ആണ്. സോറി, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, അത് രണ്ടും മാർക്ക് ചെയ്തു. അഗെയിൻ തൊട്ട് മുന്നത്തെ ദിവസത്തെ ഹൈ എന്ന് പറയുമ്പോൾ ഫ്രൈഡേന്റെ ഹൈ ആണ്. ഓക്കെ, ഈ ഒരു ഹൈ ലോ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, ഇതൊരു സിങ് ഹൈ അല്ല. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ, ഇതൊരു സിങ് ലോ ആയതുകൊണ്ടാണ് ഇതിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് പ്രീവിയസ് ഡേ ഹൈ ആണ്, അത് മാർക്ക് ചെയ്തു. ഇത് പ്രീവിയസ് ഡേ ലോ, അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഡെയിലിയിലും എനിക്ക് ബിയറിഷ് ബയാസ് ആണ്. പക്ഷെ ഇവിടെ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഓക്കെ, ഇനി ഞാൻ നേരെ 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളൊരു ഡെയിലി റൂട്ടീനും ഈ ഒരു രീതിയിലായിരിക്കണം പോവേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 4 ഹവറിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നോക്കുന്ന സമയത്ത് ബ്രേക്ക് സ്ട്രക്ചർ, അഗെയിൻ ബ്രേക്ക് സ്ട്രക്ചർ അല്ലേ. അഗെയിൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് എനിക്ക് ഇവിടെ ഒരു MSS ഇവിടെ കിട്ടി. ഓക്കെ, പിന്നെ അതിനൊരു റീട്രേസ്മെന്റ് മാർക്കറ്റ് ഇവിടെ തന്നു. ഓക്കെ, അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ മാർക്കറ്റിൽ, അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ. അപ്പം ഈ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്യാനുണ്ട്. 4 ഹവറിൽ ഒരു ബിയറിഷ് ആണ്. ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. റൈറ്റ്, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിലേക്ക് ഇതെന്തായിരുന്നു? ഇതെന്തായിരുന്നു ഗൈസ്? Inducement. ഇൻഡ്യൂസ്മെന്റ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരാളുണ്ട്. എന്താ? Price delivery. പ്രൈസ് ഡെലിവറി. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു SMC കാര്യം ഇവിടെ അവൈലബിൾ ആയി അല്ലേ. IDM ഉണ്ട്, ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അവിടേക്ക് മാർക്കറ്റ് വരുന്നു. അപ്പം നമുക്കിവിടെ ഒരു 4 ഹവറിന്റെ ഒരു ഏരിയ ഇവിടെ കിട്ടി. ഓക്കെ, 4 ഹവറിന്റെ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വന്നു, അവിടുന്ന് റിയാക്ട് ചെയ്തു.
ഓക്കെ, സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ഹൈയോ അല്ലെങ്കിൽ ഈ ഒരു ലോയോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് നമ്മൾ 4 ഹവറിൽ ഇവിടെ ഡിസൈഡ് ചെയ്തു. എങ്ങനെ? നമ്മൾ റീസെന്റ് ആയി 4 ഹവറിൽ വന്ന ബ്രേക്ക് മുകളിലേക്കാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കിയ ലോവസ്റ്റ് പോയിന്റ് ആൻഡ് അവിടെ ഉണ്ടാക്കിയ ഹയസ്റ്റ് പോയിന്റ്, ആ ഒരു പോയിന്റിനകത്താണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, ആ ഒരു പോയിന്റിനകത്താണ് മാർക്കറ്റ് ഉള്ളത്. അഗെയിൻ നമുക്കിവിടെ പുതിയ ബ്രേക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മാർക്കറ്റിൽ നമുക്ക് എന്ത് വേണം, ഒരു പ്രോപ്പർ ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 ഹവറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഡേ ലോ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് തേഴ്സ്ഡേ ഉണ്ടാക്കിയ ഡെയിലി ലോ ആണ്. ഇപ്പൊ ഇത്രയും ലോ ഹൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിൽ ഞാൻ ഈ ഒരു കായ് ഓൺ ആക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇത് സാറ്റർഡേ 1:30 AM ആയി. ഓക്കെ, ഞാനിത് UTC -4 ആക്കുന്നുണ്ടേ. ഓക്കെ, അപ്പം ഫ്രൈഡേ 17 മണി, അതായത് 5 മണിക്കാണ്, സോറി 7 o'clock മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി പ്രീവിയസ് ഡേയിലോ കുറച്ച് മുന്നത്തെ അതായത് വ്യാഴാഴ്ചത്തെ ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഏഷ്യൻ സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു ഏരിയ എത്തുമ്പം ഈ ഒരു ഏഷ്യൻ സെഷൻ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു സമയമാകുമ്പോൾ ഏഷ്യൻ സെഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാൻ ഇത് മാറ്റണോ, ന്യൂയോർക്കിൽ പറയണോ അതോ ഇതിൽ പറയണോ, ഇന്ത്യൻ ടൈമിൽ പറയണോ, ഏത് ടൈം? ന്യൂയോർക്ക് പോരെ. ഓക്കെ, ഇപ്പൊ ന്യൂയോർക്കിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ ടൈമിങ്സേ ഉണ്ടാവുള്ളൂ. ഒറ്റ ടൈമിങ്സ് എന്ന് പറയുമ്പം ഏഷ്യൻ സെഷൻ വരുന്ന നമുക്ക് എന്താ ഈ ഒരു 9 PM ടു 1 AM ഈ ഒരു ടൈം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് 1 AM എന്ന് എടുക്കാം, അല്ലെങ്കിൽ 12 AM എന്നുള്ള ആ ഒരു ടൈം എടുക്കാം. ഓക്കെ, ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുക 2-നാണ്. ഇപ്പോൾ 2 to 5, ആ ലണ്ടൻ ഓപ്പണിംഗ് കിൽ സോൺ എന്ന് പറഞ്ഞത് 2 to 5 AM ആണ്. ഓക്കെ, NY ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 9 PM ടു 11. ഓക്കെ, 8 o'clock സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ നമുക്ക് 9 to 11 എന്നുള്ള ആ ഒരു ടൈം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ന്യൂയോർക്കിന്റെ ഏതാ ഓക്കെ, ന്യൂയോർക്കിന്റെ ടൈമിങ്സ് വരുന്നത് ഈ ടൈമിങ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലേക്ക്, ഒരു 30 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏഷ്യന്റെ ഹൈ കിട്ടിയിട്ടുണ്ട്. 50 മിനിറ്റിലേക്ക് ഇടാം. ഓക്കെ, ഏഷ്യന്റെ ഹൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഏഷ്യന്റെ ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 30 മിനിറ്റിലോ അല്ലെങ്കിൽ 1 ഹവറിലോ അല്ലെങ്കിൽ 50 മിനിറ്റ്, ഓക്കെ, ഈ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട്, ഓക്കെ, നിങ്ങൾ 50 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു. ഓക്കെ, 4 ഹവർ ഡെയിലി വീക്കിലൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വീക്കിലി എടുക്കുന്നു, വീക്കിലി എടുത്തിട്ട് നിയർ ബൈ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഡെയിലി എടുക്കുന്നു, ഡെയിലി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രീവിയസ് ഡേയിലോ അത് സിംഗിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ,
പ്രീവിയസ് വീക്ക് ഹൈ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നു, പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാർക്ക് ചെയ്യുന്നു. പിന്നെ 4 അവറിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയാസാണ്. ലിക്വിഡിറ്റി ഉള്ള ഏരിയ മാർക്കറ്റ് ഇതുവരെ നമുക്ക് എന്താണ് കാണിച്ചത് അല്ലെ, ഇവിടെ നിന്നുള്ള ബുള്ളിഷ് മൂവ്മെന്റ് അതൊക്കെ നമ്മളവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 4 അവറിൽ അല്ലെങ്കിൽ ഡെയിലിയിൽ അല്ലെങ്കിൽ വീക്കിലിയിൽ ഇവിടെയൊക്കെയുള്ള നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിൽ ഈ ഒരു എടുത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഓൾറെഡി മാർക്കറ്റ് അത് പർജ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏഷ്യൻ സെഷന്റെ ഏഷ്യൻ സെഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 അവറിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഏഷ്യൻ സെഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഏഷ്യന്റെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏഷ്യന്റെ ലോയും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ വരേണ്ടതെന്ന് പറഞ്ഞാൽ 50 മിനിറ്റിലേക്ക് വരിക. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലാണ്. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു കീ ലെവൽ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേ ലോ എന്നുള്ള ഈ ഒരു കീ ലെവൽ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ 4 അവറിൽ നോക്കുകയാണെങ്കിലൊന്നും നമുക്ക് നിയർ ബൈ അല്ലെ, ഇവിടെ നമുക്കൊന്നൊരു കീ ലെവൽ ഉള്ളത് പറഞ്ഞാൽ ഈ ഒരു FEG ഉണ്ട് 4 അവറിൽ. ഓക്കെ, ഈ ഒരു FEG ഇവിടെ നിയർ ബൈ കീ ലെവൽ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഏഷ്യൻ സെഷനിൽ മാർക്കറ്റ് ഈ ഒരു ഏഷ്യന്റെ ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു ഏഷ്യൻ സെഷനിൽ ഈ ഒരു ഏഷ്യൻ സെഷൻ ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലണ്ടൻ ഓപ്പണിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാം, ഈ ഒരു ഏഷ്യന്റെ ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഏഷ്യന്റെ ഹൈയിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 4 അവറിന്റെ FEG ഉണ്ട്. അപ്പോൾ ഈ FEG-യിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നു, എന്നിട്ട് മുകളിലേക്കുള്ള മൂവ്മെന്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഈ ഒരു ഏഷ്യൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രീവിയസ് ഡേ ഹൈ എടുത്തതിന് ശേഷമുള്ള മൂവ്മെന്റ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ട് രണ്ട് രീതി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ഓൾറെഡി ബിയറിഷ് സെന്റിമെന്റ് ആണ്. ഓക്കെ, 4 അവറിൽ മാത്രമാണ് ഒരു ബുള്ളിഷ് സെന്റിമെന്റ് മാർക്കറ്റ് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഒരു ബുള്ളിഷ് സെന്റിമെന്റിനെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ബുള്ളിഷ് സെന്റിമെന്റിനെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വീക്കിലി FEG വീക്കിലി OP ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ആദ്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ്, ഇനിയും എക്സാമ്പിൾസ് നമുക്ക് പറയാം, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഡോണ്ട് വെറി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഏഷ്യന്റെ ഹൈ ലോ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മളെ ഐഡിയ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. എയ്തർ ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യുന്നു, ആ കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് മൂവ്മെന്റ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നു ആൻഡ് പ്രീവിയസ് ഡേ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നു, അഥവാ കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു ആൻഡ് ഓപ്പോസിറ്റ് മൂവ്മെന്റ്. ഇതായി നമ്മുടെ അന്നത്തേക്കുള്ള ആ ഒരു സെഷൻ ബേസ്ഡ് ട്രേഡിനുള്ള ബയാസ്. ഓക്കെ, സോ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ 50 മിനിറ്റിലേക്ക് മാർക്കറ്റിനെ ഇടും. ഓക്കെ, 50 മിനിറ്റിലേക്ക് മാർക്കറ്റ് ഇടും. 50 മിനിറ്റിലേക്ക് മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു 2 മണി എന്നുള്ള സമയം ഇവിടെ അടയാളപ്പെടുത്തും. ഓക്കെ, 2 മണി എന്നുള്ള സമയം അടയാളപ്പെടുത്തും ആൻഡ് ഓൾസോ 3 മണി എന്നുള്ള ഈ ഒരു ടൈമും ഞാൻ അടയാളപ്പെടുത്തും. ഓക്കെ, ആൻഡ് 4 മണി, ഈ ഒരു 3 ടൈമിങ്സ് ഞാനിവിടെ അടയാളപ്പെടുത്തും. ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പർജ് കിട്ടേണ്ടത്, പർജ് മീൻസ് ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു FEG-യിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു FEG-യിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യേണ്ടത് ഈ ടൈം ഇന്റർവെല്ലിന്റെ ഉള്ളിലാവണം. ഓക്കെ, ഒന്നെങ്കിൽ 2 to 3ന്റെ ഇടയിൽ അല്ലെങ്കിൽ 3 to 4ന്റെ ഇടയിൽ. ഈ ഒരു 2 മണിക്കൂറിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഈ ഒരു പർജ് കിട്ടാവൂ. അതിനു മുമ്പ് കിട്ടുന്ന പർജ് അല്ലെങ്കിൽ അതിന് ശേഷം കിട്ടുന്ന പർജ് ഒന്നും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു റൂളാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ടൈമിനകത്ത് കിട്ടുന്ന പർജ് വേണം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ. ഈ ടൈമിന് പുറത്തുള്ള പർജ്, ഇപ്പൊ നമുക്കിപ്പോ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ഇവിടെ പർജ് കിട്ടി, താഴേക്കുള്ള മൂവ്മെന്റ് നമ്മൾ എടുക്കുന്നില്ല. അത് അഗൈൻസ്റ്റ് നമ്മുടെ റൂളാണ്. നമുക്ക് എന്താണ് റൂള്, ഒന്നുകിൽ ഈ ഒരു 2 to 3ന്റെ ഇടയിൽ അല്ലെങ്കിൽ 3 to 4ന്റെ ഇടയിലായിരിക്കണം നമുക്ക്
പർജ് കിട്ടേണ്ടത്. ഓൾസോ പർജ് കിട്ടിക്കഴിഞ്ഞാലും എൻട്രി വരേണ്ടതും നമുക്ക് ഈ ഒരു ടൈം ഇന്റർവെല്ലിന്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യേണ്ടതും എൻട്രി കിട്ടേണ്ടതും ഈ ഒരു 2 to 3 അല്ലെങ്കിൽ 3 to 4 ഈ ഒരു ടൈമിനകത്തായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പം 15 മിനിറ്റിന്റെ ഇവിടെ ഒരു സ്ട്രക്ചർ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ താഴത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ വന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റിൽ ഇവിടെ ആക്ച്വലി ഇവിടെ 15 മിനിറ്റിലും സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ തന്നെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൈൻഡ് ഓഫ് നമുക്കൊരു കൺഫർമേഷൻ വന്നിട്ടില്ല അല്ലെ, ബ്രേക്ക് എബോവ് വന്നിട്ടില്ല, ഒരു ബ്രേക്ക് വന്നിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോപ്പർ MSS ആയിട്ടില്ല. ഒരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം അപ്പോഴേ മാത്രമേ ഒരു ഏഹ്, ഇത് നമ്മൾ എടുക്കുള്ളൂ, ലൈക്ക് ഒരു പ്രോപ്പർ MSS ആയിട്ട് എടുക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു ഏഷ്യന്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. ടേക്ക് ഔട്ട് ചെയ്യാൻ മീൻസ് ഈ ഒരു ഏഷ്യന്റെ ഹൈ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തു, പർജ് ചെയ്തു. അത് പർജ് ചെയ്ത സമയം എപ്പോഴാ? 1:15. നമ്മുടെ ഈ ഒരു ടൈം സോണിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് പർജ് ചെയ്തേക്കുന്നത്. അതും ഏഷ്യന്റെ ഹൈ ആണ് പർജ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇനിയിപ്പോ ഏഷ്യന്റെ ഹൈ ആ സമയത്ത് പർജ് ചെയ്താലും ഈ കീ ലെവൽ ഈ ഒരു ടൈമിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ കീ ലെവല് ഈ ഒരു ടൈമിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ കീ ലെവൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ വരണം. പക്ഷെ ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചു. എന്താണത്? മാർക്കറ്റ് ഈ ഒരു ഹൈ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്തു, വീണ്ടും താഴേക്ക് ഇറങ്ങി പ്രോപ്പർ ആയിട്ട് തന്നെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു? പുതിയ ബ്രേക്കോ സ്ട്രക്ചറോടെ തന്നു, ശരിയല്ലേ? എന്നിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. അതായത് 15 മിനിറ്റിൽ മാർക്കറ്റിന്റെ കഥ മാറി. അതായത് നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ 4 അവറിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ 15 മിനിറ്റിലും സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു MSS വന്നു, വീണ്ടും ബ്രേക്ക് വന്നു, കറക്റ്റ് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. സോ ഇത് മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇനി നമ്മൾ ഒരു ഷോർട്ട് എൻട്രി നോക്കണത് അത്രക്ക് സേഫ് ആണോ? ഹലോ ഗൈസ്, എന്താരും ഒന്നും ഉണ്ടാത്തേ? ഓക്കെ, ഓക്കെ. എന്തുകൊണ്ട് നോ? കാരണം 4 അവർ 50 മിനിറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് എന്താ? മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് ആണ്. ബുള്ളിഷ് മൊമെന്റ് അല്ലെ, അപ് ട്രെൻഡ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ ഈ ഒരു മൂവ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ ഒരു ഡെയിലിയിൽ നമുക്ക് എന്തില്ല, ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അവിടെയുള്ള ട്രേഡ് ഇല്ല. കാരണം നമ്മുടെ ടൈം വിൻഡോ അവിടെ എൻഡ് ആയി. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഡേയിലേക്ക് പോണതിന് മുന്നേ ആഹ്, ഇതേപോലെ സെയിം തിങ്. പിന്നെ നമ്മൾ വീക്കിലിയിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? പിന്നെ വീക്കിലി ഈ വീക്ക് കഴിഞ്ഞിട്ട് മാത്രം പിന്നെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രീവിയസ് ഡേയിലോ മാർക്കറ്റ് എടുത്തതാണ്, അത് ഞാൻ കളഞ്ഞു. പ്രീവിയസ് ഡേ ഹൈ കളഞ്ഞു. ഓക്കെ, ഇതൊക്കെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തതാണ്, അപ്പൊ ഞാൻ ഇനി അത് എടുക്കുന്നില്ല. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേ കംപ്ലീറ്റ് ആണ്. മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു ആൻഡ് പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു. ഓക്കെ, പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു ആൻഡ് പ്രീവിയസ് ഡേ ഹൈ അതും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും 4 അവറിലേക്ക് വരാം. ഓക്കെ, 4 അവറിൽ മാർക്കറ്റ് ഓക്കെ പ്രീവിയസ് ഡേ ഹൈ ആയിട്ടില്ല, ഒന്നും കൂടി മൂവ് ചെയ്യാണ്ട്. ഓക്കെ, ബ്രോ ബ്രോ ആ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. 4 അവറിന്റെ ചാർട്ട് കുറച്ച് സൂം ഔട്ട് ആക്കാൻ പറ്റും. അവിടെ തുടക്കത്തില് അത് ലോവർ ഹൈയോ ലോവർ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. കുറെ മുന്നേ തന്നെ കൺസൾട്ടേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളിവിടെ ബ്രേക്ക് സ്ട്രക്ചർ ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ അത്രല്ല, അത്ര സൂം ഔട്ട്. ഇതാണോ? ആ ആ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഇല്ലേ, അതായത് ഇവിടെ ഒരു സിംഗ്ലോ ബ്രേക്ക് ചെയ്തില്ലേ, ഇവിടെ സിംഗ്ലോ ബ്രേക്ക് ചെയ്തു,
പിന്നെ ഇവിടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു, ഈ ഒരു സ്വിംഗ് ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇത് 4 അവറിന്റെ മൂവ്മെന്റ് അല്ലേ? ഒറ്റ ക്യാൻഡിൽ ഉള്ളൂ, പക്ഷെ 4 അവറിന്റെ മൂവ്മെന്റ് അല്ലേ? ഓ ഓ ഓ ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ. ഓക്കെ ഓക്കെ ക്ലിയർ ആണ്. സോ നമുക്കിനി ഓക്കെ. അപ്പം മൺഡേ മാർക്കറ്റ് പ്രീവിയസ് ഡേ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു ആൻഡ് പ്രീവിയസ് ഡേ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതൊന്ന് ഒരു കൺവീനിയൻ ഇപ്പം ഒന്ന് ഹൈഡ് ചെയ്യാം. ഞാൻ വീണ്ടും 4 അവറിലേക്ക് വരാം. ഓക്കെ, ഡെയിലി ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, 4 അവർ. ഓക്കെ, ഡെയിലിയിൽ നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. ഞാൻ ഇതൊക്കെ ഒന്ന് കളയട്ടെ. ഇത് ഇത് ഓക്കെ. ഇപ്പോൾ പ്രീവിയസ് വീക്ക് ഹൈ അവിടെ ഉണ്ട്, പ്രീവിയസ് വീക്ക് ലോ ഉണ്ട്, പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്, പ്രീവിയസ് ഡേ ലോ ഉണ്ട്. 4 അവറിന്റെ FEG മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡെയിലിയിൽ മാർക്കറ്റ് ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിനകത്താണ് ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, ഡെയിലി ഈ ഒരു റേഞ്ച്, ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ, ആ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ 4 അവറിലേക്ക് വന്നു. 4 അവറിലും മാർക്കറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 4 അവർ FEG അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു 4 അവറിന്റെ സ്ട്രക്ചറിൽ ഓക്കെ ഇവിടെ നമുക്ക് ബ്രേക്ക് കിട്ടി. അഗെയിൻ നമുക്ക് അടുത്തൊരു ബ്രേക്ക് കിട്ടണം, ബ്രേക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ആ 4 അവറിന്റെ സ്ട്രക്ചറിൽ നമുക്കൊരു 4 അവർ FEG ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് 1 അവറിലേക്ക് വരാം. ഓക്കെ, 1 അവറിലേക്ക് വന്നിട്ട് ഞാൻ ആ ഒരു ഏഷ്യൻ സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏഷ്യൻ സെഷൻ 9 മണി. 4 അവറിൽ വേറൊരു FEG കൂടി ഇല്ലേ? 4 അവറിൽ ഈ FEGയോ? ആ അതെ ബ്രോ, ഇതാണ്. അതെ അതെ, അത് എടുത്തില്ലേ നിങ്ങള്? ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ് അല്ലേ ഇവിടെ? പിന്നെ പോരാത്തിന് നമ്മുടെ ഏഷ്യന്റെ ലോ ഉണ്ടാക്കിയിരുന്നത് ഇവിടെ അല്ലേ? അതുകൊണ്ടാണ് അതിന് നിയർ ബൈ ആയിട്ടുള്ള ഈ ഒരു FEG എടുത്തേ. ഈ ഒരു FEG ആണോ? അല്ലല്ല, ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ്. ആ ഓക്കെ, അതുകൊണ്ടാണ് അത് അടുത്ത് കേട്ടോ. ഓക്കെ, ഞാൻ 1 അവറിലേക്ക് വന്നപ്പം എനിക്കിവിടെ ഏഷ്യന്റെ ഹൈലോ മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏഷ്യന്റെ ലോ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ എൻട്രി വരുന്നത് 5 മിനിറ്റ്, 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറ് 4 അവർ ആൻഡ് എബോവ് ടൈം ഫ്രെയിം ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഒന്നും കൂടിയും നിങ്ങൾ അഗ്രസീവ് ആണെങ്കിൽ ഒന്നും കൂടിയും ഇതാണെന്നുണ്ടെങ്കിൽ 1 അവറിന്റെയും കീ ലെവൽസ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 1 അവറിന്റെ കീ ലെവൽസ് എടുക്കുമ്പോൾ നിങ്ങൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൺഫർമേഷൻ എടുക്കണം എന്ന് മാത്രം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ 1 അവറിൽ ഇത് മാർക്ക് ചെയ്തു. ഓക്കെ, ഒരു ക്യാൻഡിൽ കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ സെഷൻ ആയി. ഓക്കെ, അപ്പം ഏഷ്യന്റെ ഹൈ, ഏഷ്യന്റെ ലോ ഇവിടെ അവൈലബിൾ ആയി. ഞാൻ ജസ്റ്റ് അത് മാർക്ക് ചെയ്യുന്നു. ഏഷ്യന്റെ ലോ ഇവിടെ ഉണ്ട്. ഓക്കെ, ഏഷ്യന്റെ ഹൈ ഇവിടെ ഉണ്ട്. ഇത് ഏഷ്യൻ മാർക്കറ്റ് ഹൈ, ഇത് ഏഷ്യൻ മാർക്കറ്റ് ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഈ ഒരു ലോ പർച്ച് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഹൈ പർച്ച് ചെയ്തിട്ടുള്ള താഴേക്കുള്ള മൂവ്മെന്റ്, ഇതാണ് നമ്മുടെ ഐഡിയ. പക്ഷെ അവിടെ എന്ത് വേണം? കീ ലെവൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പം മാർക്കറ്റ് നേരെ ഈ ഒരു ഏഷ്യന്റെ ഹൈ മുകളിലേക്ക് പർച്ച് ചെയ്തു. അഗെയിൻ ഈ ഒരു പർജ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് നമ്മുടെ ടൈമാണ്. ഓക്കെ, ഞാൻ 50 മിനിറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സോറി, നമുക്കിവിടെ കിട്ടുന്ന ഈ ഒരു 2 to 3ന്റെ ഇടയിൽ തന്നെ നമുക്കിവിടെ ഈ ഒരു ഹൈ പർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 to 3ന്റെ ഇടയിൽ ഹൈ പർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് ഇവിടെ ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കീ ലെവൽ അല്ലെ, 4 അവർ ടൈം ഫ്രെയിമിലൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കീ ലെവൽ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇനി മാർക്കറ്റ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്തു. അഗെയിൻ നമ്മുടെ ആ ഒരു ടൈം വിൻഡോ അവിടെ എൻഡായി. ഓക്കെ, ഏഷ്യൻ ഹൈലോ
സ്ട്രാറ്റജി പ്രകാരമുള്ള ടൈം വിൻഡോ എൻഡ് ആയി. അതിനുശേഷമാണ് ഈ ഒരു പ്രീവിയസ് ഡേ ഹൈയിലേക്ക് മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഇതേപോലെ എടുക്കാം. ഓക്കെ, ഡെയിലി നമ്മൾ ഓരോന്ന് നോക്കുകയാണ്, ഓരോ ഡേയ്സിന്റെ. ഓക്കെ ഓക്കെ ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡേന്റെ ഹൈ ഇവിടെ മാർക്കറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, അഗെയിൻ പ്രീവിയസ് ഡേ ലോ ഇവിടെ ഉണ്ട്, അഗെയിൻ ഇവിടെ ഒരു പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഓക്കെ, ഇനി 4 അവറിലേക്ക് വരുന്നുണ്ട്. 4 അവറിലേക്ക് വരുമ്പോൾ ഓക്കെ, ഇനി 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ടൈം വിൻഡോ അഥവാ ഏഷ്യൻ സെഷൻ വരുന്ന ടൈം വിൻഡോ കൂടി വേണം. ഓക്കെ, അപ്പോൾ ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ മാർക്കറ്റ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ അല്ലേ, ആ ഒരു കീ ലെവലിലേക്ക് മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വീക്കിലി FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ മാർക്കറ്റിൽ ഒരു ഏഷ്യൻ സെഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. കറക്റ്റ് അല്ലേ? ഇത് ഏത് കീ ലെവലായിരുന്നു, ഓർമ്മ ഉണ്ടോ? വീക്കിലി FEG. ഓക്കെ, വീക്കിലി FEG ഉണ്ടായിരുന്ന ഏരിയ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അത് പ്രീമിയത്തിൽ ഡിസ്കൗണ്ടിലായിട്ടാണെങ്കിലും നമ്മുടെ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവൽ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ളൊരു റിയാക്ഷൻ കിട്ടും എന്ന് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, നമുക്കിവിടെ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്തെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഏഷ്യൻ്റെ സെഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏഷ്യൻ്റെ ഹൈ പർച്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 130ക്കാണ്. ഓക്കെ, 130ക്കാണ് ഈ ഒരു ഹൈ പർച്ച് ചെയ്തേക്കുന്നത്. ഓൾസോ 4 അവറിൽ എടുത്തു കഴിഞ്ഞാൽ 4 അവറിൻ്റെ ഒരു ഹൈ, ഒരു സ്വിങ് ഹൈ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. 4 അവറിൻ്റെ ഒരു സ്വിങ് ഹൈ ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ ആണ്, ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് അല്ലേ, ഒരു കീ ലെവലാണ്. ഓൾസോ വീക്കിലി FEG ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് പർജ് കിട്ടുന്നത് എപ്പോഴാണ്? ടൈം 1:45 അഥവാ കറക്റ്റ് 2 o'clock ഇത് നമുക്ക് പർജ് കിട്ടുന്നത്. അപ്പോൾ അത് പർജ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു പർജ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരാം. അപ്പം ഞാൻ എൻട്രിക്ക് വേണ്ടിയിട്ട് 5 മിനിറ്റിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 മിനിറ്റിൻ്റെ കൺഫർമേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം 3 മിനിറ്റിൽ നോക്കുമ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇപ്പോൾ ഒരു 4 അവറിൻ്റെ ഹൈ ആണ് പർജ് ചെയ്തത്. ഓക്കെ, എഗെയിൻ മാർക്കറ്റ് ഇനി താഴത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിക്വിഡിറ്റി പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു 3 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഉള്ള ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ സിംപിളി ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇതെന്താ? ഇടി ഇതെന്താണ്? PD. ഓക്കെ, PD ഇവിടെ അവൈലബിൾ ഉണ്ട്. പിന്നെ എനിക്കിവിടെ ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ലാസ്റ്റ് ഇപ്പം ഈ ഒരു ഏരിയ വന്നിട്ട് ഇപ്പം നമുക്ക് എന്താ, ഇപ്പം ഇവിടെ നിന്നാണ് ഒരു ബ്രേക്ക് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ. ആ തന്ന സമയത്ത് ഇവിടെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ, ഇവിടെ എന്താ സംഭവിച്ച മാർക്കറ്റ്? കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ. ഇത് നമ്മുടെ ഡിമാൻഡ് ആണ്, എക്സാക്ട്ലി ഡിമാൻഡ് ആണ് ഇവിടെ. അപ്പോൾ നമുക്കിനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ നമുക്ക് ഏതുവരെ എക്സ്പെക്ട് ചെയ്താൽ മതി, ഈ ഒരു ഡിമാൻഡ് വരെ പ്രോപ്പറായിട്ട് കിട്ടും എന്നുള്ളൊരു ഇത് മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, കാര്യം മാർക്കറ്റിൽ ഇനിയും ഇത് പറയാനുള്ള കാര്യം, മുകളിൽ വീക്കിലി OB, പ്രീമിയത്തിലുള്ള വീക്കിലി OB ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ഏഷ്യൻ ലോ ടാർഗറ്റ് ആയിട്ട് വെക്കരുത്. കാരണം ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഈ ഡിമാൻഡ് ഫെയിൽ ആയാൽ മാത്രമേ നമ്മൾ വീണ്ടും ഇവിടുന്ന് താഴേക്കുള്ള മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇതൊരു പ്രീമിയത്തിലല്ല, പക്ക ഡിസ്കൗണ്ടിലുള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു മൂവ്മെന്റ്, അതാണ് നമ്മളിവിടെ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ, ഈ ഒരു ഡിമാൻഡിലേക്ക് വരാൻ ഇവിടെ ഒരു PD ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം
ഇങ്ങനെ കൺഫർമേഷൻ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മൂവ്മെന്റിനുള്ള സാധ്യത നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പീഡി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? ആ ഒരു ഡിമാൻഡും നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ. ആൻഡ് അഗെയിൻ നമുക്ക് ആ ഒരു കീ ലെവലിലേക്ക് മാർക്കറ്റ് ആ ഒരു കൺഫർമേഷൻ നമുക്ക് ആദ്യം കിട്ടണം. അപ്പം നമുക്കിവിടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ എന്തിലെടുക്കാം, ഈ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള കൺഫർമേഷൻ എടുക്കാം. അതായത് ഇവിടെ നിന്നാണ് ഈ ഒരു സിംഗ് ലോ എന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത് അല്ലേ? ഈ ഒരു സിംഗ് ലോ എന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഇവിടെ നിന്നാണ് ഈ ഒരു ലിക്വിഡിറ്റി പർജ് ചെയ്ത്. അപ്പൊ അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്താക്കി എടുക്കാം, ഒരു കൈൻഡ് ഓഫ് MSS ആക്കി എടുക്കാം. ഓക്കെ. നമ്മുടെ സ്ട്രക്ചർ അല്ല, നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റി ബേസിസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ. സ്ട്രക്ചറിൽ നമുക്ക് MSS കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറക്റ്റ് സ്ട്രക്ചർ മാർക്ക് ചെയ്തിട്ട് തന്നെ വേണം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു സിംഗ് ലോന്നാണ് മാർക്കറ്റിന് മുകളിലേക്ക് പുഷ് ചെയ്തിട്ട് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊരു സ്ട്രോങ് ലോ ആണ്. കാരണം ഇവിടുന്നാണ് ഈ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ ആ ലോനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പം നമുക്ക് കൈൻഡ് ഓഫ് കൺഫർമേഷൻ ആയി. ഓക്കെ. പിന്നെ നമുക്കിവിടെ എൻട്രി എടുക്കാവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഷോർട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ഡിമാൻഡ് ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മുകളിലായിരിക്കും. നമുക്ക് മിനിമം 1:2 എങ്കിലും ഇവിടെ ട്രേഡ് കിട്ടണം. ഇത് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയേ ഇവിടെ വരുന്നുള്ളൂ, 1:1.54 ഉള്ളൂ അല്ലെ? 1:2 കൂടി ഇല്ല. അത് നമ്മുടെ റിസ്ക് മാനേജ്മെന്റിനെതിരാണ്. ഓക്കെ. നമുക്ക് ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നെങ്കിൽ 2 hour അതിന്റെ പ്രോഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ 3 hour എങ്കിലും ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ പിടിക്കുക. ഒന്നുകിൽ 2 hour പ്രോഫിറ്റ് അല്ലെങ്കിൽ 3 hour പ്രോഫിറ്റ്. അല്ലാതെ 1.5 hour എടുക്കുക അല്ലെങ്കിൽ 1 RR എടുക്കുക, ഇതല്ല നമ്മുടെ പ്ലാൻ. നമ്മുടെ പ്ലാന് 1:3 അല്ലെങ്കിൽ 1:2 ആണ്. ഇതിങ്ങനെ എടുക്കണം എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും 1:3 ആവാൻ വേണ്ടിയിട്ട് ചിലപ്പം വെയിറ്റ് ചെയ്യൂല. ഓക്കെ. ചിലപ്പോൾ 1:2 അല്ലെങ്കിൽ 1:1.5 ഇതിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ബുക്ക് ചെയ്യും. പക്ഷേ ഒരു ട്രേഡ് നിങ്ങൾ എടുത്ത് അത് സ്റ്റോപ്പ് ലോസിലേക്കാണ് പോണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ -1 നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചേ അവിടെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇനിയും താഴേക്ക് ഇറങ്ങും, ഇനിയും താഴേക്ക് ഇറങ്ങും എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പം ഇതേപോലെ ഈ ഒരു നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്, അപ്പോൾ ഇവിടെ വരെ നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ. ഇതിന്റെ ഒരു കാര്യം മനസ്സിലായോ? ഈ എന്തുകൊണ്ട് 1:2 അല്ലെങ്കിൽ 3 ഇല്ലാത്ത ട്രേഡ് എടുക്കരുത് എന്ന് പറയാനുള്ള റീസൺ സിമ്പിളി ഇത്രേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ ആ ഒരു സൈക്കോളജി, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ട്രേഡ് ഐഡിയ നമ്മൾ അബാൻഡൻ ചെയ്യുന്നുണ്ട്. കാര്യം മാർക്കറ്റിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് അവിടെ ഇല്ല. ഓക്കെ. അപ്പം നമുക്ക് ഇനി വീണ്ടും വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡ്. ഓക്കെ. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഏരിയയിൽ എത്തിയതിനു ശേഷമാണ് അല്ല ബ്രോ, ആ ഒരു ആ ഡൗട്ട്. ആ നമ്മളിപ്പോ എൻട്രി എടുക്കണത് ആ കറക്റ്റ് പോയിന്റിൽ തന്നെ ആവണമെന്നില്ലല്ലോ. നമ്മള് SL വെക്കണ ആ ഭാഗത്തേക്കും കുറച്ച് എൻട്രി മേലെ കയറ്റി വെച്ചാലും വേണമെങ്കിൽ ആ ടൈമിൽ വേണമെങ്കിൽ വന്നോട്ടെ, അവിടം വരെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമല്ലോ. ആ അങ്ങനെ എടുക്കാം. പക്ഷെ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ എൻട്രി എടുക്കുമ്പോൾ ഇപ്പൊ പ്രോ പറഞ്ഞത്, ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് ഉള്ളത്. ഓക്കെ. ആ അപ്പൊ ആ എനിക്ക് 1:3 കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ അറൗണ്ട് ഇവിടെ വരണം അല്ലേ? ആ ആ ഓക്കെ. ഇവിടെ വരണം. അപ്പൊ ഞാൻ ആ 1:3 അവിടെ വരുന്ന കോലത്തിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. അത് ഓക്കെ. ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 1:3 കിട്ടുന്ന ഏരിയ. ഓക്കെ. ആ 1:3 കിട്ടുന്ന ഏരിയയിൽ ഇവിടെ നിങ്ങൾ ബുക്ക് ചെയ്യണം. ആ ഇവിടത്തെ സ്റ്റോപ്പ് ലോസും സ്വീകരിക്കണം. ആ ഓക്കെ. നമ്മുടെ സോൺ ഇതാണ്. ഈ ആ സോണാണ്. സോണിനകത്ത് എവിടെയും വരാം. ആ ഇവിടുന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഇവിടുന്ന് തന്നെ വേണമെന്നില്ല. ആ ആ പക്ഷെ കൂടുതൽ ടൈമിലും ഈ ഒരു സോൺ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, താഴത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ. അങ്ങനെ പോകുമ്പോ വേണ്ടെന്ന് വെച്ചാൽ മതി.
മതി, അത്രേ ഉള്ളൂ. അത് അപ്പൊ പിന്നെ സങ്കടം തോന്നിയിട്ട് ഇവിടെ ചാടി കയറി എടുക്കരുത്. ഈ ആ ഒരു മൂവ്മെന്റിൽ ഇവിടെ ചാടി കയറി എടുക്കരുത്. ആ അപ്പൊക്കെ നമ്മുടെ ഒരു മൈൻഡ് വർക്കാവും. ലൈക്ക് ആ ഒരു മൂവ്മെന്റ് നമ്മൾ ആ എക്സ്പെക്ട് ചെയ്ത ആ സംഭവം തന്നെയാണല്ലോ പോണേ. പോണത്. അയ്യോ ആ എൻട്രി ഞാൻ മിസ്സാക്കിയത്, ഇനി കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെയൊക്കെ ചാടി കയറി എൻട്രി എടുക്കും. ആ ഓക്കെ, അതൊക്കെ നമുക്ക് ലോസാ പിന്നെ വരുത്താം. ആ ഓക്കെ, ആ ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൂള് വരാനുള്ള കാര്യം. നമ്മുടെ ആ ഒരു സൈക്കോളജി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ആ ഓക്കെ. ഓക്കെ, ആ ഓക്കെ. ഇനി അപ്പോൾ ഇതാണ് അന്ന് ആ ഒരു ദിവസത്തെ ട്രേഡിന്റെ അവസ്ഥ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ എന്താണ് മാർക്കറ്റ് വന്നത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡേയിലും ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി. എന്താ സ്റ്റക്കായോ? സ്ക്രീൻ നിങ്ങൾക്ക് സ്റ്റക്ക് ആയിട്ടുണ്ടോ? അല്ല, കാണുന്നുണ്ട്, വിസിബിൾ ആണ്, വിസിബിൾ ആണ്. ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ, വർക്കാവുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അന്നത്തെ ഡേ അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ഈ പ്രീവിയസ് ഡേ ഹൈ ഒഴിവാക്കാണ്. പ്രീവിയസ് വീക്ക് ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമുക്കിവിടെ പുതിയ വീക്ക് ഹൈ, സോറി പുതിയ ഡേ ഹൈ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് പുതിയ ഡേ ഹൈ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ലോ അവൈലബിൾ ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ലോ അവൈലബിൾ ആണ്. ഇനി നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ വരുമ്പോഴും നമുക്കിവിടെ പുതിയ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്കിവിടെ ബ്രേക്ക് തന്നിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ആ ഒരു ബ്രേക്ക് തന്ന ഏരിയയിൽ ഇവിടെ പ്രീവിയസ് ഡേ ഹൈ ഉണ്ട് ആൻഡ് ഇവിടെ പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഈ ഡെയിലി ഏരിയയിൽ നമുക്കിവിടെ ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഡെയിലി FEG ഉണ്ട്. ഓക്കെ, 4 അവറിൻ്റെ കേസിൽ ആണെങ്കിൽ നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ, ഇതിപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഡെയിലി ഉള്ളതും ഈ ഒരു 4 അവറിൻ്റെ ഏരിയയും കൂടി ഞാൻ കൂട്ടി ഇവിടെ ഡ്രോ ചെയ്തതാട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തു, ക്ലിയർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു വീക്ക്ലി FEGയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അഗെയിൻ നമുക്കിനി ആ ഒരു ഏഷ്യൻ സെഷനിലേക്ക് വരാം. ഓക്കെ, സ്ലോ ആയിട്ട് പോകാം. ഈ ഒരു ഡെയിലും നമുക്ക് ഏഷ്യൻ സെഷൻ ആക്ച്വലി ഇവിടെ വർക്ക് ആയിട്ടില്ല. ഓക്കെ, ഏഷ്യൻ സെഷൻ നമുക്ക് ഇവിടെ വന്നിട്ടില്ല, കീ ലെവലിലേക്ക് മിറ്റിഗേഷൻ വന്നിട്ടില്ല. അപ്പം നമുക്കൊരു അത് വന്ന ഒരു ഡേ നോക്കിയിട്ട് ഒരു ഐഡിയ കാണിക്കാം. ഓക്കെ, അതൊന്നുകൂടി ബെറ്റർ. ഇപ്പോൾ ഡെയിലി നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് വരച്ചു പോയതല്ലേ ബ്രോ? ആ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയാനുള്ള റീസൺ. ഇതാ കണ്ടോ, വീക്ക്ലി ഓർഡർ ബ്ലോക്ക് എന്നാണ് മാർക്കറ്റ് പുഷ് ആയത്. ഈ വീക്ക്ലി FEG അല്ല, വീക്ക്ലി FEG ജസ്റ്റ് നമുക്കൊരു ബ്രേക്ക്, ജസ്റ്റ് ഒരു മൂവ്മെന്റ് മാത്രമാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, ഞാൻ 1 അവറിലേക്ക് ഇട്ടിട്ട് നോക്കട്ടെ. എവിടെയായിരുന്നു അത്? ജൂൺ ജൂലൈ മെയ് മാസത്തിലല്ലേ നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, ടുഡേ വീക്ക്ലി. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ നോക്കാം. ഇവിടെ നമുക്ക് മിറ്റിഗേഷൻ വന്നിട്ടില്ല. ഓക്കെ,
it again. ഇവിടെ ഹൈ പർച്ച് ചെയ്തിട്ടില്ല. 4 hour ബ്രേക്ക്. പ്രോപ്പർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നോക്കാട്ടോ. വണ്ണേ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കട്ടെ. പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഓക്കെ, 4 hour നമ്മൾ നോക്കുമ്പം 4 hour ഡിമാൻഡ് ഏരിയ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി 1 hour വരാം. 1 hour നമുക്ക് ഏഷ്യൻ്റെ ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് ഡേ ലോ ആയിരുന്നു. ഓക്കെ, അത് മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ലോ. ഇത് 4 hour ഓർഡർ ബ്ലോക്ക്, സോറി 4 hour ഡിമാൻഡ്. ഓക്കെ, 1 hour ഞാനത് മാർക്ക് ചെയ്തു. 50 minute വരിക. ഓക്കെ, ഇവിടെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് 1 o'clock ഇവിടെ ഈ ഒരു പർജ് കിട്ടിയേക്കുന്നത് അല്ലേ. 1 o'clock മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു പർജ് വന്നേക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഔട്ട് ഓഫ് ദ റൂളാണ്. ഓക്കെ, 1 o'clock അല്ല നമുക്ക് വേണ്ടത്, ബിറ്റ്വീൻ 2 and 3. ബിറ്റ്വീൻ 2 and 3 നമുക്ക് പർജ് കിട്ടേണ്ടത്. ഓക്കെ, ഇനി ബിറ്റ്വീൻ 2 and 3 നമുക്ക് നോക്കുമ്പം, അല്ലെങ്കിൽ ബിറ്റ്വീൻ 3 and 4, 2 to 4 ഇടയിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു പർജ് വരണം, അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഈ ലോ എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. ഇത് 4 hour ഡിമാൻഡ് ആക്കിയിട്ടുള്ള കാര്യം ഈ ഒരു ബ്രേക്ക് ആണ്. പിന്നെ നമ്മൾ വീക്ക്ലി FEGയിലേക്കാണ്, വീക്ക്ലി ഓർഡർ ബ്ലോക്കിലേക്കാണ് മാർക്കറ്റ് വന്നത്. സോ ഇനിയുള്ള ഷോർട്ട് എൻട്രീസിനുള്ള ഐഡിയാസ് കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് ഇവിടെ 3 to 4 എൻട്രി എൻട്രി എൻട്രീസ്, ഇവിടെ ഒരു എൻട്രി ഏരിയ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് 1 hour ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. നമുക്ക് ആദ്യം ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, 1 hour ബ്രേക്ക് ഉണ്ട്. ഞാനൊരു 4 hour ഡെയിലി ആ ഒരു റേഞ്ച് എടുക്കട്ടെ. ഡെയിലിയിൽ വീക്ക്ലി OBന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഓക്കെ, വീക്ക്ലി OBന്ന് റിയാക്ട് ചെയ്തു. ഇവിടെ ഞാൻ ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും 4 hour വരാം. 4 hour വരുമ്പം 4 hour മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക്, അതിനുശേഷം 4 hour ലാസ്റ്റ് സിംഗ് ലോ ഇവിടെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 hour നമുക്ക് ഇവിടെ ഒരു MSS വിത്ത് എന്ത് കിട്ടിയിട്ടുണ്ട്, MSS വിത്ത് FEG ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1 hour വരാം. ഏഷ്യൻ സെഷന്റെ ഹൈ ലോ മാർക്ക് ചെയ്യണം. ഓക്കെ, ഏഷ്യൻ സെഷനിലേക്ക് വരാം. അതിന് മുന്നേ 4 hour ഒരു ഡിസ്കൗണ്ടും പ്രീമിയം നമുക്കിവിടെ മാർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ ഈ ഒരു പ്രീവിയസ് ഡേ ലോന്റെ ഇടയിലാണ്. ഓക്കെ, അപ്പം അതിന് തൊട്ട് മുകളിലായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ, പ്രീമിയത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു 4 hour FEG ഏരിയ തന്നെയാണ് ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ ഈ MSS കിട്ടിയ ഏരിയ. ആക്ച്വലി ഈ ഒരു MSS കിട്ടിയ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് നിങ്ങൾക്കറിയോ? ഞാനിപ്പോൾ വരച്ചേക്കുന്ന എന്താന്ന്?
എനിബഡി നമ്മൾ പഠിച്ചൊരു കാര്യം. ഡബിൾ ഹൈറ്റ് ആണോ? മീൻസ് ഡബിൾ അല്ല, അത് നമ്മൾ പഠിച്ചില്ലല്ലോ. അതെ, റോൾ ഓഫ് റിവേഴ്സൽ ആണ്. ഈ ഒരു ഡിമാൻഡ് അല്ലെ, ഇവിടെ ഉണ്ടായിരുന്ന ഡിമാൻഡാണ് താഴത്തേക്ക് ബ്രേക്ക് ആയത്. അപ്പോൾ ആ ഒരു റോൾ ഓഫ് റിവേഴ്സൽ ആണ് ഇവിടെ ആക്ച്വലി വന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ 1 അവറിലേക്ക് വരാം. 1 അവറിലേക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹൈ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഏഷ്യൻ ഹൈ ലോ, ഏഷ്യൻ മാർക്കറ്റ് ലോ, ഏഷ്യൻ മാർക്കറ്റ് ഹൈ. ഇനി എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഏതർ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഹൈറ്റ് പർച്ച് ചെയ്ത് താഴേക്കുള്ള മൂവ്മെന്റ്, അല്ലെങ്കിൽ ലോ പർച്ച് ചെയ്തിട്ടുള്ള മുകളിലേക്കുള്ള മൂവ്മെന്റ്. പക്ഷെ രണ്ടിനും എനിക്ക് എന്ത് ചെയ്യണം, മിനിമം 4 അവർ ആൻഡ് എബോവ് ടൈം ഫ്രെയിമിൽ. ഇപ്പം നിങ്ങൾ 1 അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അവറിലും നിങ്ങൾക്ക് കീ ലെവൽസ് എടുക്കാം. 1 അവറിൽ കീ ലെവൽസ് എടുക്കുമ്പം നിങ്ങൾക്ക് ഈ ഒരു FEG കൺസിഡർ ചെയ്യാം. അതേപോലെ ഈ ഒരു ഈക്വൽ ഹൈസ് ഇല്ലേ, ഈ ഒരു ഈക്വൽ ഹൈസ് ഇത് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റിലായിരിക്കണം നിങ്ങളുടെ എൻട്രി വരുന്നതെന്ന് മാത്രം. ഓക്കെ, ഞാൻ 50 മിനിറ്റിലേക്ക് ഇടാം. എന്നിട്ട് മാർക്കറ്റ് ഇവിടെ ആദ്യം ഏഷ്യൻ്റെ ലോ പർച്ച് ചെയ്തു. ഓക്കെ, 2 o'clock ഏഷ്യൻ്റെ ലോ പർച്ച് ചെയ്തു. ആൻഡ് ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ടൈം വിൻഡോയിൽ തന്നെ, ഇവിടെ നമുക്ക് 4 അവറിന്റെ കീ ലെവൽസ് ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ആ ടൈം വിൻഡോയിൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് തരുന്നുണ്ട്, ഈ ഒരു ഏഷ്യൻ്റെ ഹൈയും പർച്ച് ചെയ്യുന്നുണ്ട്. അഗൈൻ നമ്മുടെ കീ ലെവൽ ഇവിടെ മിറ്റിഗേറ്റ്, കീ ലെവലിന്റെ തൊട്ടടുത്ത് വരെ എത്തി. നമ്മുടെ ആ ഒരു ഡിമാൻഡ്സ് റോൾ ഓഫ് റിവേഴ്സലിന്റെ അവിടെ വരെ എത്തി. ഇപ്പൊ നമ്മൾ ബ്രോക്കറിന്റെ സൈറ്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലോവർ എൻട്രീസ് നോക്കാം. പക്ഷെ ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഓൾറെഡി നമ്മുടെ ടാർഗറ്റ്, ഇപ്പൊ ഏഷ്യന്റെ ഹൈ എടുത്താൽ ലോ വരെയുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. അതേപോലെ ഏഷ്യന്റെ ലോ എടുത്തു കഴിഞ്ഞിട്ട് ഹൈ വരെയുള്ള മൂവ്മെന്റ്. പക്ഷെ ഇവിടെ മാർക്കറ്റ് ആദ്യം തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ലോ എടുത്തു. ലോ എടുത്തിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടാണ് പിന്നെ ആക്ച്വൽ മൂവ്മെന്റ്, താഴേക്കുള്ള മൂവ്മെന്റ് തരുന്നത്. ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പിന് പറയുന്ന പേരാണ് ജൂഡാസ് ജൂഡാസ് എൻട്രി. ഓക്കെ, അപ്പം പക്ഷെ ഇത് ICT ടോപ്പിക്കാണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതാ ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ICT അല്ലെങ്കിൽ മറ്റുള്ള ടോപ്പിക്സും കൂടി അപ്പാർട്ട് SMT പഠിക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയുള്ള കുറേ മൂവ്മെന്റ്സ്, അതേപോലെ ഇതിനേക്കാൾ നമ്മളിപ്പോൾ പഠിച്ച ലിക്വിഡിറ്റി ലെവൽസിനേക്കാളും കുറേ ലിക്വിഡിറ്റി ലെവൽസ് ഇതൊക്കെ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം വരുന്നത്. ഓക്കെ, സോ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്മുടെ SMC പ്രകാരം പ്രോപ്പർ ആയിട്ടുള്ള എക്സാമ്പിൾ അല്ല, ബട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സെഷന്റെ ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ആ എൻട്രി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഏതിൽ പെർഫെക്റ്റ് ആയാൽ മതി എന്ന് വെച്ചാൽ ഈ രീതിയിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്, ആ ഒരു രീതി നിങ്ങൾ കംപ്ലീറ്റ്ലി ഒന്ന് പെർഫെക്റ്റ് ആയാൽ മതി. കാര്യം അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും നിങ്ങൾക്ക് എവിടെയും ആ, ഒരു മിസ്റ്റേക്ക് കൂടാതെ മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ ശ്രമിക്കുക. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ വരുന്നുണ്ടോ നോക്കട്ടെ. ഇനി ഞാൻ ഗോൾഡിന്റെ ചാർട്ട് എടുത്താൽ ഒരു ഗോൾഡിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ഗോൾഡില് കൊമെക്സ് അല്ല, ഫ്യൂച്ചേഴ്സ് വേണ്ട. ഗോൾഡില് ഏഷ്യൻ സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ നമ്മൾ ആക്ച്വലി ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാര്യം എന്താന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ 1 അവർ എടുക്കാം. 1 അവർ എടുത്തിട്ട് നിങ്ങൾക്ക് ഗോൾഡിൽ ഏഷ്യന്റെ സെഷന്റെ പ്രത്യേകത നോക്കി നോക്കിയേ. നമ്മൾ മറ്റേല് കണ്ട പോലെ എല്ലാ മോസ്റ്റ് ഓഫ് ദ സെഷൻസും എന്തല്ല, കൺസോൾട്ടേഷൻ അല്ല, മൂവ്മെന്റ് ഉള്ള സെഷൻസാ. കണ്ടോ, മൂവ്മെന്റ് ഉള്ള സെഷൻസ്, മൂവ്മെന്റ് ഉള്ള ഗോൾഡിൽ ഈ ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഗോൾഡിൽ ഈ ഒരു സ്ട്രാറ്റജി
ഈ ഒരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് SMC അല്ല, ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ട്രേഡ് നോക്കാതെക്കുന്നതാണ് ബെറ്റർ. കാരണം മോസ്റ്റ് ഓഫ് ദ ഡേയ്സിലും ഗോൾഡിൽ ഏഷ്യൻ സെഷനിൽ മൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അവിടെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ, പിന്നെ ഗോൾഡിന്റെ ഒക്കെ വേറൊരു ആ, പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 9:30 ഉണ്ടല്ലോ, 9:30 ടൈം അഥവാ ന്യൂയോർക്ക് ഓപ്പൺ ടൈം, ആ ടൈമിലായിരിക്കും നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വരിക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ന്യൂയോർക്കിന്റെ ടൈമിലാണ് മാർക്കറ്റിൽ മൂവ്മെന്റ്. കണ്ടോ, ന്യൂയോർക്കിന്റെ ടൈമിലാണ് മാർക്കറ്റിൽ മൂവ്മെന്റ്. ന്യൂയോർക്കിന്റെ ടൈമിലാണ് കൂടുതൽ വലിയ മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് ഒക്കെ വരുന്നത് ന്യൂയോർക്കിന്റെ ടൈമിലാണ്. ഓക്കെ, ആ ഒരു ടൈം ബേസ്ഡ് ആക്കിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ലൈക്ക് നമ്മൾ CRTയിലൊക്കെ വരുന്ന സ്ട്രാറ്റജീസ് ആണ്. അതാണ് ഗോൾഡിൽ നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് മാത്രം, ലൈക്ക് ഇപ്പൊ ഏഷ്യൻ ഹൈലോ പഠിച്ചു, അപ്പൊ അത് മാത്രം എല്ലാത്തിലും അപ്ലൈ ചെയ്യാന്നല്ല. ഓരോ ഓരോ ഇതിനും, കറൻസി പെയർസ് ആവട്ടെ, കൊമോഡിറ്റീസ് ആവട്ടെ, അതിന് ഓരോ ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയർ നോക്കിയിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ. ഇതിലൊരു കൺസോൾട്ടേഷൻ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏഷ്യൻ ഹൈലോ ഇവിടെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഈ ഒരു മൂവ്മെന്റ് എപ്പോഴാണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം ഇതിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി GBP/USD, ഓക്കെ, അഥവാ GBPയിൽ നമ്മുടെ സ്ട്രാറ്റജി. ഇപ്പം ഈ ഒരു ഡേ, ഇന്നത്തെ ഡേ, ഓക്കെ, ഇവിടെ നമുക്ക് താഴേക്ക് ഇങ്ങോട്ടേക്ക് ഒരു ബ്രേക്ക് വന്നു. ഓക്കെ, ഇത് 1 അവറിലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് 4 അവർ ഡേയ്സിലേക്ക് വരാം. ഡെയിലി ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ് അല്ലേ? പക്ഷേ പ്രോപ്പർ ബുള്ളിഷ് ആയി എന്ന് പറയാൻ ആയിട്ടില്ല. കാര്യം നമുക്ക് ഒരു ഡെയിലി നോക്കുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം വീക്ക്ലി എടുക്കുക. ആദ്യം വീക്ക്ലി എടുക്കുക. വീക്ക്ലി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രീവിയസ് വീക്കിന്റെ ഹൈ ലോ ആദ്യം മാർക്ക് ചെയ്യുക. പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് പ്രീവിയസ് വീക്ക് ലോ. ഓക്കെ, ഇത് രണ്ടും മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്നിട്ട് നിയറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു FEG ഉണ്ട്, വീക്കിലി FEG ഇവിടെ അവൈലബിൾ ആണ്. വീക്കിലി FEG അവിടെ മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്. ഇപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഇത്രയും ഏരിയാസും ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈൻ്റെ ഇടയിലാണ് മാർക്കറ്റ് കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് ഓവറോൾ. ഓക്കെ, നമുക്ക് ഡെയിലിയിലേക്ക് വരാം. ഡെയിലിയിൽ വരുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് താഴേക്കൊരു MSS വന്നിട്ടുണ്ട്. ഓക്കെ, ഡെയിലിയിൽ ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നത് സ്ട്രക്ചറാണ്. സ്ട്രക്ചർ മാർക്ക് ചെയ്തു. അഗെയിൻ ഞാനിവിടെ നെക്സ്റ്റ് സ്ട്രക്ചർ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുതിയ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ ഇതിൻ്റെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം സോൺ എന്ന് പറഞ്ഞാൽ ഡെയിലിയിൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഡെയിലിയിൽ ഈ ഒരു ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യുമ്പം ഇവിടെ എനിക്ക് താഴത്തേക്ക് ബ്രേക്ക് കിട്ടിയ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഓർഡർ ബ്ലോക്ക്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ഒരു എന്ത് ഏരിയ ആണിത്? ഇതെന്ത് ഏരിയ? സപ്ലൈ അല്ലേ? സപ്ലൈ ഏരിയ. അപ്പോൾ നമ്മൾ ഡെയിലിയിൽ ഉണ്ടായിരുന്ന ഒരു സപ്ലൈ ഏരിയ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഈ ഒരു ഹൈസ് മാർക്കറ്റ്, ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഏരിയ ഇതെന്താണ്? ഒരു പ്രൈസ് ഡെലിവറി അല്ലേ? ഈ ഒരു പ്രൈസ് ഡെലിവറി ഇവിടെ അവൈലബിൾ ആ. ഓക്കെ, അപ്പോൾ ആ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, നമ്മുടെ ഡെയിലി സപ്ലൈ ഏരിയയിലേക്ക് എത്തി, അവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് അവിടുന്ന് റിയാക്ട് ചെയ്തു. ഇനി ഞാൻ ഇന്നത്തെ ദിവസം, ഓക്കെ, ഇന്നത്തെ ഡേ ആണ്. ഓക്കെ, അഗെയിൻ മാർക്കറ്റിൽ ഞാൻ പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ഇത് പ്രീവിയസ് ഡേ ലോ. ഇത് പ്രീവിയസ് ഡേ ലോ.
ഓക്കെ, ഞാൻ 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 അവറിലും മാർക്കറ്റിൽ നിലവിൽ എനിക്ക് ബയാസ് എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്? ബുള്ളിഷ് ആയിട്ടുണ്ടോ ആക്ച്വലി മാർക്കറ്റ്? യെസ്, ഇവിടുന്ന് ബുള്ളിഷ് ആയി കയറി വന്നിട്ടുണ്ട്. നമുക്കൊരു ബിയറിഷ് സെന്റിമെന്റ് കിട്ടിയിട്ടില്ല അല്ലേ? ഡെയിലി വീക്കിലി ഒക്കെ എന്താണ് കാണിക്കുന്നത്? ബിയറിഷിലേക്കാണ്. 4 അവറിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ് കിട്ടുന്നത്. കാരണം പുതിയ ബ്രേക്ക് വന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ഡിസ്കൗണ്ടും പ്രീമിയം വരക്കാം. ഡിസ്കൗണ്ടും പ്രീമിയം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് വരുന്നത് ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് എന്നിട്ടുണ്ട്. ഇമ്പൾസീവ് ഇല്ലാത്ത കാൻഡിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റിൽ ഇവിടെ ഒരു IDM ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ ഡെയിലി മാർക്കറ്റ് വരുന്നത് എവിടുന്നാ? ഒരു ഡെയിലി സപ്ലൈ ഏരിയ എന്നാ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. ഡെയിലി സപ്ലൈ ഏരിയ എന്നാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റിന് താഴേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വീക്കിലി FEG ഇവിടെ അവൈലബിൾ ആ. ഹയർ ടൈം ഫ്രെയിമിന്റെ ലിക്വിഡിറ്റീസ് ഒക്കെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 അവറിലും കൂടി ഒന്ന് മാർക്കറ്റ് റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഓവറോൾ സപ്ലൈ ഏരിയ ഇതാണെങ്കിലും ഇവിടേക്കുള്ള ലിക്വിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്കറ്റ് ഇവിടെ കവർ ചെയ്തു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന PD കവർ ചെയ്തു. അഗെയിൻ മാർക്കറ്റ് ഈ ഒരു IDM ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇവിടെയൊന്നും ഒരു PD ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇവിടെ നമുക്ക് PD ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഏരിയയിൽ? ഇല്ല, മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആയേക്കാണ്. ഓക്കെ, അപ്പൊ വെറും IDM മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യില്ല. IDM വിത്ത് PD നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പം ഞാൻ ഇനി 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് 4 അവറിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. ഓൾസോ 4 അവറിൽ മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ ഒരു ഡിമാൻഡ് ഒരു സപ്ലൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സോറി ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുത്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ആൻസർ ഇത്രേ ഉള്ളൂ. മാർക്കറ്റിൽ താഴത്തേക്ക് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ബ്രേക്ക് തന്നത് FEG ഉണ്ട്. ഓക്കെ, ഇവിടെയുള്ള ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഈക്വൽ ഹൈസ് ഒക്കെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞാൻ ഇവിടുന്ന് എൻട്രി നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു PD ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് എനിക്ക് എന്ത് വേണ്ടിനു എന്ന് വെച്ചാൽ ഈ പ്രീവിയസ് ഡേലോ എടുത്തിട്ടുള്ള മൂവ്മെന്റ് ആണെങ്കിൽ ഓക്കെ. ഇവിടെ പ്രീവിയസ് ഡേലോ ഒന്നും എടുത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും താഴേക്കുള്ള മൂവ്മെന്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സിംപ്ലി മാർക്കറ്റിന്റെ നരേറ്റീവ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ 1 അവറിൽ നോക്കിയേ. 1 അവറിൽ നോക്കിയാലും നിങ്ങൾക്ക് താഴത്തേക്കാണ് ലേറ്റസ്റ്റ് ബ്രേക്ക് വന്നേക്കുന്നത്. ഓക്കെ, ആ ബ്രേക്ക് വന്ന ഏരിയയിൽ ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്ലൈയും കിട്ടിയിട്ടുണ്ട് 1 അവറിൽ. ഓക്കെ, ഇനി 1 അവറിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്തെന്നുള്ളത് കൂടി നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഏഷ്യന്റെ ഹൈ ഈ ഒരു നെക്സ്റ്റ് ഒരു 1 അവറിൽ അവിടെ തീരും. ഓക്കെ, അപ്പം ഏഷ്യന്റെ ഹൈ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഏഷ്യന്റെ ഹൈ ഇവിടെ ഉണ്ടായിരുന്നു, അത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഏഷ്യന്റെ ലോ ഇവിടെയാണുള്ളത്. ഏഷ്യന്റെ ലോ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ഇത് നമ്മുടെ കീ ലെവൽ ഇപ്പോഴും മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ 4 അവറിന്റെ കീ ലെവൽ, 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് സപ്ലൈ ഏരിയ. ഓക്കെ, അപ്പോൾ ഞാൻ 50 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് നമുക്ക് ആദ്യം പർജ് കിട്ടിയേക്കുന്നത് 1 o'clock അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കീ ടൈം അല്ല. കീ ടൈം എപ്പോഴാ? നമുക്ക് 2 to 3ന്റെ ഇടയിൽ അല്ലെങ്കിൽ 3 to 4ന്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ന്യൂസ് ഉണ്ട്. ന്യൂസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ന്യൂസാ. ഓക്കെ, അപ്പം ആ ന്യൂസിൽ എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ന്യൂസ് ടൈമിൽ 2 മണിക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു കീ ലെവലിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, കീ ലെവലിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 അവറിന്റെ കീ ലെവലാണ്. ഏറ്റവും മുകളിലുള്ള 1 അവറിലെ റിഫൈൻഡ് കീ ലെവലാണ്. ഓക്കെ, അപ്പോൾ കീ ലെവലിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് 3 മിനിറ്റിലേക്ക് നോക്കാം. അവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ
നമ്മുടെ ആ ഒരു ടൈം വിൻഡോനുള്ളിൽ തന്നെ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടണം. 3 to 4 ഇടയിൽ നമുക്കൊരു എൻട്രി വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ പുതിയൊരു 3 മിനിറ്റിൽ, സോറി 5 മിനിറ്റിൽ ഇവിടെ പുതിയ ബ്രേക്ക്. ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ലോനെ, ആ ഒരു ഡിമാൻഡിനെ താഴത്തേക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റീടെസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു ഡിമാൻഡ്, ഇതിപ്പോൾ ഒരു 5 മിനിറ്റിന്റെ ഡിമാൻഡ് ആയിരുന്നു, ആ ഡിമാൻഡിലേക്ക് റീടെസ്റ്റിന് വരുമ്പം എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട് സപ്ലൈ വരയ്ക്കുക, ഡിസ്കൗണ്ട് പ്രീമിയം വരയ്ക്കുക, അവിടെ നിങ്ങൾക്ക് ഈ ഒരു 50% എൻട്രി ഇടാം. ഓക്കെ, നിങ്ങൾ 1:2 എങ്കിലും മിനിമം ഉണ്ടാവണം നമുക്ക് വേണ്ടി. അപ്പം അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീടെസ്റ്റ്, നമുക്കിപ്പോൾ അവിടെ എൻട്രി വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏത് ടൈമിലാണ്, 4:15. ഓക്കെ, 4:15 പിന്നെ നമ്മൾ എൻട്രി അവിടെ നോക്കുന്നില്ല, നമ്മൾ എപ്പോഴേ എൻട്രി നോക്കുന്നുള്ളൂ, ഈ ഒരു 3 to 4 ഇടയിൽ എൻട്രി നോക്കുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടാണ്, ലൈക്ക് ഈ ഒരു സപ്ലൈ ഏരിയയിലേക്ക് കൺസിഡർ ചെയ്തിട്ടാണ്. ഓക്കെ, ഡിമാൻഡ് സപ്ലൈ ആയ ഏരിയക്ക് കൺസിഡർ ചെയ്തിട്ടാണ്. ഇവിടെ തന്നെ ആക്ച്വലി നമുക്ക് എൻട്രി ഉണ്ട്. ഓക്കെ, അത് എന്താണ് നമ്മൾ അടുത്ത സെഷനിൽ പറയും. ഓക്കെ, ഈ ഒരു എൻട്രി, ഇവിടെ നിന്നുള്ള എൻട്രി എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഒരു ഇത് ഇന്നത്തെ കാര്യമാണ്. ഓക്കെ, 4 അവറിൽ ഞാൻ ഒന്നുകൂടി പറയാം, 4 അവറിൽ നല്ലൊരു ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്, 4 അവറിന്റെ ഐഡിയം ഉണ്ട്, പക്ഷെ ഇവിടെ പീഡി ഇല്ല. ഓക്കെ, വീക്ക്ലി ഡെയിലി ഒക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, ബിയറിഷ് ആണ്. ഓക്കെ, 1 അവറിൽ നോക്കുമ്പോഴും മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, ബിയറിഷ് ആണ്. അപ്പം നമ്മൾ 4 അവറിന്റെ ഒരു കാര്യം വെച്ചിട്ട്, 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ആണല്ലോ എന്ന് വെച്ചിട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യരുത്. നമ്മൾ നോക്കുമ്പോൾ മൊത്തം മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്, മാർക്കറ്റ് എന്താണ്, ക്യാൻഡിൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഈ രീതി നോക്കി നരേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മാസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഏരിയാസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ നിങ്ങൾ ഓരോ ഏരിയാസ് മാർക്ക് ചെയ്യുക. ആ ഏരിയാസിൽ ഓരോ ഡേയ്സിലും അല്ലെങ്കിൽ ഓരോ വീക്ക്ലിയിലും ഓരോ ടൈം ഫ്രെയിമിലും മാർക്കറ്റ് എന്താണ് കാണിച്ചതെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഇപ്പം നിങ്ങളോട് എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതേപോലെ പറഞ്ഞു ചെയ്യാം. ഓക്കെ, ഞാൻ 4 അവർ എടുക്കുന്നു, 4 അവറിൽ മാർക്കറ്റ് ആ, ഇവിടെ പി ഡി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഐഡിയം ഉണ്ട്. പി ഡി ഇല്ല, ഐഡിയം മാത്രമായതുകൊണ്ട് ഈ ഒരു ഡിമാൻഡ് സോണ് ഇപ്പോൾ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, മാത്രമല്ല ഇവിടെ ഈ ഒരു പ്രീവിയസ് ഡേയിലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഇതൊരു മേജർ ലിക്വിഡിറ്റി, അപ്പം ഇത് ടേക്ക് ഔട്ട് ചെയ്തിനെങ്കിൽ പിന്നെയും ബൈ നോക്കിയേനു. ഇങ്ങനെ ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ പറഞ്ഞു തന്നെ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ മാത്രമേ ഒരു ചാർട്ടിലേക്ക് നിങ്ങൾ ഇരിക്കുമ്പം നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കഥ പോലെ കേട്ടിരുന്ന് എന്താണ് കാര്യം അവസ്ഥ? എല്ലാവരും ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തേനി. ഇത് കുറച്ചൊരു കോംപ്ലിക്കേഷൻ പോലെ നിങ്ങൾക്ക് തോന്നാം, ബട്ട് ഇതത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, കാര്യം സിമ്പിളാണ്. ഏകദേശം. ഓക്കെ, എന്താ നിങ്ങൾക്ക് ഡൗട്ട്? കിളി പോയി, കിളി വരും, ഇന്ന് പോയ മെയിൻ കിളികൾ ആയിട്ട് നമുക്ക് മറ്റേ വരുത്താം. ഏഷ്യൻ നമ്മൾ അത് വെച്ചിട്ടുള്ള സ്ട്രാറ്റജി മാത്രമല്ലേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ കറക്റ്റ് ആയിട്ട്. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം പക്ഷെ അതിലൊക്കെ അതിനേക്കാളൊക്കെ മെയിൻ എന്താണെന്നോ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാല് പിന്നെ റൂൾസ് ആണ്. അതായത് ഏത് ടൈം ഫ്രെയിം സെലക്ട് ചെയ്യണം. ഓക്കെ, ഏത് ടൈം ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യണം, അതേപോലെ ഏഹ്, ഏതൊക്കെ പർജ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി നമ്മൾ നോക്കണം, അഥവാ ഏഷ്യൻ ഹൈ, ഏഷ്യൻ ലോ സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക ഏഷ്യൻ ഹൈ, ഏഷ്യൻ ലോ ആണ് അല്ലേ. ഇപ്പം നമ്മൾ ടൈം ഫ്രെയിം, ഞാൻ ഇപ്പം ഈ ഒരു ഏഷ്യൻ ഹൈ ലോന്റെ ഒരു റൂൾസ് ഇവിടെ എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം 1 അവർ ആൻഡ് എബോവ് ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ മാർക്ക്
1 hour ആൻഡ് എബോ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി. നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ടു 50 minute or 5 minute. Watch for Asian high or Asian low. Mitigation. ഓക്കെ. പിന്നെ നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ടേക്ക് ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ. അഥവാ നമ്മൾ ഈ 1 hour ആൻഡ് എബോ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ലെവലിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ആണ്. ജസ്റ്റ് ഒരു ഏഷ്യൻ്റെ ഹൈ എടുത്തു അല്ലെങ്കിൽ ഏഷ്യൻ്റെ ലോ എടുത്തിട്ട് മാത്രം കാര്യമില്ല. എന്ത് ചെയ്യണം? ഹയർ ടൈം ഫ്രെയിം കീ ലെവലും കൂടി മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ. ലാസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ മിറ്റിഗേഷൻ മസ്റ്റ് ഹാപ്പൻ ബിറ്റ്വീൻ 2 to 4. ഈ ഒരു ടൈം വിൻഡോന്റെ ഇടയിലായിരിക്കണം നമുക്ക് മിറ്റിഗേഷൻ കിട്ടേണ്ടത്. അങ്ങനെ മിറ്റിഗേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻട്രിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ 3 minute ഓർ 1 minute MSS. ഓക്കെ. MSS വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. ടാർഗറ്റ് ആയിട്ടുണ്ടാവുക ഏഷ്യൻ്റെ ഹൈ ആണെങ്കിൽ നമ്മൾ ഏഷ്യൻ്റെ ഹൈ ആണ് ടേക്ക് ഔട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഏഷ്യൻ്റെ ലോ ടാർഗറ്റ് ചെയ്യും. അല്ലെങ്കിൽ വൈസ് വേഴ്സ, അല്ലെങ്കിൽ ഏഷ്യൻ്റെ ലോ ആണ് ആദ്യം മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഏഷ്യൻ്റെ ഹൈ ടാർഗറ്റ് ചെയ്യും. ഇതാണ് ആക്ച്വലി ഇവിടെ വരുന്ന റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഹൈ ലോ സ്ട്രാറ്റജി. അപ്പം ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് തരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ 4 hour ഡെയിലി വീക്ക്ലി 1 hour ഇതിലേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വന്നത്, മാർക്കറ്റ് ഇപ്പം എന്താ ചെയ്യണത്, ഇത് നിങ്ങൾ മാസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 1 hour 4 hour ഡെയിലി വീക്ക്ലി ഇത് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ചിലപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാത്രമേ വിൻ റേറ്റ് തരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മൊത്തം ലോസ് ആയി തുടങ്ങും. കാരണം നിങ്ങൾ വെറും ഇതിൽ മാത്രം സ്റ്റിക്ക് ഔട്ടാവും, ഇതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. കാര്യം ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ റൂൾസ് മാത്രം മതി. ഓക്കെ. പക്ഷേ ഡെയിലിയിൽ ഈ ഒരു സപ്ലൈ നിന്നാണ് മാർക്കറ്റ് വന്നത് എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഇവിടെ ഈ പ്രീവിയസ് ഡേയിലോ എടുക്കാതെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണേ എന്നുള്ള കാര്യം, ഇതൊക്കെ നിങ്ങൾ അവിടെ മിസ് ഔട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടത് ഈ ഒരു നരേറ്റീവ്, ഈ ഒരു കഥ പറച്ചിലില്ലേ, അത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിപ്പം ഏത് സ്ട്രാറ്റജി പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബെറ്റർ ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നരേറ്റീവ് ഇങ്ങനെ പറയുന്നത്. ഈ നരേറ്റീവ് ശരിയാണ്, നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസ് ആവും. ഗോഡ്വിൻ പറഞ്ഞ പോലെ കിളിയൊക്കെ പോവും. പക്ഷെ ആ പോയ കിളികൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, നിങ്ങൾ ഇതേപോലെ ഒന്ന് പറഞ്ഞു പഠിച്ചു നോക്ക്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ പറ്റും. ഒരു ഹൈ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മാർക്കറ്റിൽ ശരിക്കും എന്താണ് സംഭവിക്കണേ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇത് വെറും ഒരു റൂൾസ് ആണ്, സ്ട്രാറ്റജിയാണ്. പക്ഷെ നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ മെയിൻ കോർ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു ഡെയിലി ഹൈ ടൈം ഫ്രെയിമിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന നരേറ്റീവ്. ഓക്കെ. അത് ബെറ്റർ ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ, മനസ്സിലായി. ഓക്കെ. ഓരോ ഓക്കെ. ക്യാൻഡിലും ഒരു കഥ പറയാനുണ്ട്, അത് നമുക്ക് അതെ. മനസ്സിലാക്കണം. അതെ. ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈ റൂൾസ് പറഞ്ഞു തന്നിട്ട് ഈ റൂൾസ് വരുമ്പോൾ മാത്രം എടുക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആ രീതിയിൽ പറഞ്ഞു പോവാം. പക്ഷെ അതിനോട് നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നില്ല. നിങ്ങളെപ്പോഴും ഈ ഒരു റൂൾസ് മാത്രം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും നമ്മൾ റിഫൈൻ ചെയ്യും. നമ്മളൊക്കെ പെട്ടെന്ന് കിട്ടുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാവുമ്പോൾ ഈവൻ മീ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിലൊക്കെ ഈ 5 minute ഈ 15 minute ഒക്കെ ഷിഫ്റ്റ് ചെയ്യുക അതൊന്നും നേരം ഉണ്ടാവില്ല. നമുക്ക് 1 hour മാർക്ക് ചെയ്യും, 5 minute എടുക്കാൻ തുടങ്ങും. ഒരു മിറ്റിഗേഷൻ എവിടെയെങ്കിലും മിറ്റിഗേറ്റ് ചെയ്ത് ചെറിയൊരു MSS കാണിക്കുമ്പോൾ നിങ്ങൾ കയറി എൻട്രി എടുക്കാനൊക്കെ തുടങ്ങും. അപ്പോഴൊക്കെയാണ് നമുക്ക് ലോസ് വരിക. ഓക്കെ. ഇതിന് പ്രോപ്പർ ആയിട്ട് ഒരു ബാക്ക് ടെസ്റ്റ് വേണം ആദ്യം, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ. റൂൾസ് ഫോളോ ചെയ്യുക, പ്രോപ്പർ ബാക്ക് ടെസ്റ്റ് നടത്തുക. ഈ രീതിയിൽ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തിട്ടാണ് നിങ്ങൾ മാർക്കറ്റിന് മുന്നിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജിയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, അതിനുള്ള ഒരു ബേസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഓക്കെ, ഇത് ഇങ്ങനെ പറഞ്ഞു തരാൻ ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്ന രീതി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ? പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റണില്ലേ? ലൈക്ക് എന്താണ് അവസ്ഥ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഗോഡ്വിൻ ബ്രോ, കിളി പോയത് എന്താണ് അവസ്ഥ? തിരിച്ചു വരൂലേ? ഓക്കെ, പർജ് എന്ന് പറഞ്ഞാല് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാല്, ഇപ്പോൾ ഇതിപ്പോ നമ്മുടെ ഫോർ അവറിന്റെ ഒരു ലോ ആയിരുന്നു. ഓക്കെ, ഈ ലോ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു അല്ലേ? ഈ മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി? മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പർജ് മീൻസ് ലിക്വിഡിറ്റി എടുക്കുന്നതിനെയാണ് നമ്മൾ പർജ് എന്ന് പറയാം. അപ്പം ഈ ഒരു ലോ നമ്മുടെ ഒരു ലിക്വിഡിറ്റി ആണ്, കാരണം ഇതൊരു സ്വിംഗ് ലോ ആണ്, ഫോർ അവറിന്റെ ലോ ആണ്. അപ്പം ഇവിടേക്ക് മാർക്കറ്റ് വന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഫ്യൂവൽ എടുത്തിട്ടുണ്ട്. ആ ഫ്യൂവല് മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ്, അതുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്ന മാർക്കറ്റ് മുകളിലേക്ക് ഇവിടെ വന്ന് കയറി നെക്സ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് ഷിഫ്റ്റ് ആയത്. ഓക്കെ, അപ്പം ടേക്ക് ഔട്ടിനെ ഈ ഒരു ടേക്ക് ഔട്ടിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? പർജ് എന്ന് വിളിക്കണേ. ഓക്കെ, ഓ യെസ് യെസ് എക്സാക്ട്ലി. വേറെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതോ ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. വേറെ ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായവര് മനസ്സിലായിന്നും മനസ്സിലാവാത്തവര് മനസ്സിലായില്ല എന്നും പറയും. എന്നാലേ എനിക്ക് മനസ്സിലാവും. ബ്രോ മനസ്സിലായി. ഒരു പ്രാവശ്യം കൂടി ഒന്ന് വീഡിയോ കാണേണ്ടി വരും, എന്നാലാണ് അത് ഓക്കെ ഓക്കെ ഇതാവുള്ളൂ. ഓക്കെ, ഈ രീതി മതിയോ അതോ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആക്കിയിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, അങ്ങനെയാണോ? എങ്ങനെയാണ്? ഞാനത് കുറച്ച് എലാബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് ഓരോ ഏരിയാസ്. ഇത്രക്ക് ഡീറ്റെയിലിംഗ് വേണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് വേണം, ക്യാച്ച് ചെയ്യാം. യാ എക്സാക്ട്ലി. ഹലോ സാർ, ആ ഈ നമുക്കിപ്പോ രണ്ട് കീ ലെവൽ ഉണ്ടെങ്കിൽ ആ 1 2 3 4 ആ ടൈമിൽ തന്നെയാണ് നമ്മ മെയിൻ ആയിട്ട് എടുക്കേണ്ടതല്ലേ? അതെ, 2 3 ആ ഒരു ടൈമിൽ എപ്പോഴാണ് മിറ്റിഗേറ്റ് ചെയ്യുന്നത്? ആ ഒരു മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയം, ആ ഒരു ഏരിയ ഉണ്ടല്ലോ, സോൺ ഉണ്ടല്ലോ, ആ ഒരു ടൈംസിൽ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ഒരു സ്ട്രാറ്റജി ആദ്യം ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ നെറേറ്റീവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നിൽക്കട്ടെ മീൻസ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ആദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്യാം ചാർട്ടിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നരേറ്റീവ് കൂടെ സെറ്റ് ചെയ്ത് പോവാം. ഓക്കെ, നരേറ്റീവ് നമുക്കൊരിക്കലും നിങ്ങൾക്കൊരു അസൈൻമെന്റ് ആയി തന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം. ഇപ്പോൾ നരേറ്റീവ് എന്ന് പറയുമ്പം, ഈ നരേറ്റീവ് ഇനി അഥവാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളെ ഗ്രൂപ്പിൽ ഇടേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് കറക്ഷന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും എളുപ്പമാവുകയെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു വീക്കിലി ഒരു ചാർട്ട് എടുത്തു. ഓക്കെ, വീക്കിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ
നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഇവിടെ വീക്കിലി ഹൈ ലോ മാർക്ക് ചെയ്തു. അപ്പം ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക വീക്ക്ലി ടൈം ഫ്രെയിം. ഓക്കെ, മാർക്കഡ് ഹൈ ലോ. ഓക്കെ, ഇത്ര മാത്രം അവിടെ ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ സൈഡിലേക്ക് വെക്കുക. ഇതവിടെ നിൽക്കട്ടെ. ഇനി അതേപോലെ ഇതിൻ്റെ കൂടെ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മാപ്പ് ചെയ്യണം അല്ലേ? വീക്കിലി സ്ട്രക്ചർ ഒന്ന് മാപ്പ് ചെയ്യാണ്ട്. അപ്പോൾ വീക്കിലി സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വലി ഉള്ളത് ഒരു ബ്രേക്കോ സ്ട്രക്ചറുള്ളത്. ഓക്കെ, ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ട്. ഓൾസോ ഇവിടെ നമുക്ക് സിങ് ലോ, സിങ് ഹൈ ഇവിടെ ഉണ്ട്, സിങ് ലോ ഉണ്ട്. അപ്പം ഗോട്ട് BOS BOS കിട്ടി എന്നുള്ളത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കിട്ടിയത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഇത് ആദ്യം പോസ്റ്റ് ചെയ്യുക ഗ്രൂപ്പിൽ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡെയിലിയിലേക്ക് വരിക. ഡെയിലിയിലേക്ക് വന്നിട്ട് ഡെയിലിയിലും ഇതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഡെയിലിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ രേഖപ്പെടുത്തുക. ഇവിടെ ഒരു പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്, ഇവിടെ പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഓക്കെ, അത് നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ മാർക്കിംഗ് നടത്തുക. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ. എന്നിട്ട് ഈ ഒരു ബോക്സിനകത്ത് വീണ്ടും ഡെയിലി ടൈം ഫ്രെയിം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഡെയിലി ടൈം ഫ്രെയിമിൽ എന്തൊക്കെ ചെയ്തു അതിവിടെ മാർക്ക് ചെയ്യുക. മാർക്കഡ് PDH, PDL. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് നോക്കുക എന്താണ് മാർക്കറ്റ് തരുന്നത്. ഓക്കെ, ലാസ്റ്റ് എനിക്ക് ഡെയിലിയിൽ വന്ന ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഡെയിലിയിൽ എനിക്ക് കിട്ടിയ ബ്രേക്ക് താഴേക്ക് തന്നെയാണ്. അപ്പം ഇവിടെ എനിക്ക് കിട്ടിയ ഡെയിലിയിൽ BOS മൈനസ് തന്നെയാണ്. ഇവിടെ BOS മൈനസ് ഇൻ ദ സെൻസ് താഴേക്കുള്ള ബ്രേക്ക് എന്നാട്ടോ. BOS പ്ലസ് പറഞ്ഞാൽ മുകളിലേക്കുള്ള ബ്രേക്ക്. MSS മൈനസ്, MSS പ്ലസ്, അല്ലെങ്കിൽ OB മൈനസ്, OB പ്ലസ് എന്ന് പറഞ്ഞാൽ ആ സപ്ലൈ ഡിമാൻഡ് അല്ലെങ്കിൽ ആ പ്രീമിയം ആ ഒരു ഏരിയ ആണ് നമ്മൾ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ഉദ്ദേശിക്കാനാണ് അത് അങ്ങനെ മൈനസ് പ്ലസ് എന്ന് പറയണത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ ഫുൾ ആയിട്ട് ചെയ്തണമെങ്കിൽ അങ്ങനെ ചെയ്താം. പിന്നെ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രീമിയം ആണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രീമിയം ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു ഡെയിലി ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ നരേറ്റീവ് എഴുതുമ്പോൾ അടുത്ത ചെയ്ത പ്രീവിയസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ അല്ല, കുറെ മുന്നത്തെ ഹൈ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡേറ്റ് ഇടാം. ജൂലൈ 26 ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓൾസോ മിറ്റിഗേറ്റഡ് ഇൻ ദ പ്രീമിയം, മിറ്റിഗേറ്റഡ് ദ പ്രീമിയം ഏരിയ അല്ലേ? നമ്മുടെ പ്രീമിയം ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതി വെക്കാം. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ഇവിടെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത് ആക്ച്വലി, ഇവിടെ എന്താ ഉള്ളത്? PD, എക്സാക്ട്ലി. ദർ ഈസ് ഡെയിലി PD അവൈലബിൾ ഫോർ ഡൗൺ മൂവ്മെന്റ്. ഓക്കെ, സിംപ്ലി ഇങ്ങനെ ചെയ്താ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഡിസ്കൗണ്ട് പ്രീമിയം ഒഴിവാക്കാണ്, ഈ ലിക്വിഡിറ്റി ലെവൽ ഒഴിവാക്കാണ്. ഇതിനർത്ഥം ഇന്നത്തെ ദിവസം തന്നെ മാർക്കറ്റ് താഴേക്ക് പോകുന്നല്ല. ഓക്കെ, നമ്മളത് ജസ്റ്റ് മാർക്ക് ചെയ്തത് ഇവിടെ എഴുതി വെച്ചു എന്ന് മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 4 ഹവറാ. ഓക്കെ, 4 ഹവറിലും ഇതേ സെയിം മെത്തേഡുകൾ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യണത്. എന്താ വെച്ചാൽ നമുക്കിവിടെ ബ്രേക്ക് കിട്ടുന്നത് എവിടെയാണ് നോക്കണം. നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ, അതേപോലെ ഇപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചർ മാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സിംഗ്ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, വീണ്ടും മുകളിലേക്ക് MSS, അപ്പോൾ വീണ്ടും മുകളിലേക്ക് നമുക്കിവിടെ MSS. ഓക്കെ, സോറി, ബ്രേക്കോ സ്ട്രക്ചർ അഗെയിൻ ഈ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ കുറെ മുന്നത്തെ ഹൈ ആയിരുന്നു, അത് ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അത് മാർക്കറ്റ് അവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ എഴുതി വെച്ചു. ഓക്കെ, നമുക്കിവിടെ പുതിയ ബ്രേക്കോ സ്ട്രക്ചർ ആണ് ആക്ച്വലി കിട്ടിയേക്കുന്നത്. ഓക്കെ, ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഈ ഒരു നരേറ്റീവ് തന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് എടുക്കുക.
ഓക്കെ, ഇതിൽ നമ്മൾ 4 അവർ ടൈം ഫ്രെയിം ഇടാം. ഓക്കെ, നിങ്ങൾ ഡെയിലിയിൽ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ഈ രീതിയിൽ നിങ്ങൾ ഓരോ പിക്ചർ പോസ്റ്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഒറ്റ PDF ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ 4 അവർ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓവറോൾ ഡൗൺ ട്രെൻഡിലാണ് അല്ലേ? എല്ലാ ഇതിലും നോക്കുമ്പോഴും മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്. ഓക്കെ, നമ്മൾ ഒരു പ്രോപ്പർ MSS എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ MSS അതാണ്. പക്ഷെ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യും? ഞാൻ എന്തുകൊണ്ട് ഇവിടുന്ന് എടുത്തു എന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ചെറിയൊരു റിയാക്ഷൻ വന്നിട്ട്, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇതിലിട്ടാൽ കാണാം, കണ്ടോ? ഇവിടെ നമുക്ക് മാർക്കറ്റ് റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊരു റീട്രേസ്മെന്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്ത് നിങ്ങളിവിടെ 2 കാൻഡിൽ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ബ്രേക്ക് സ്ട്രക്ചറോ MSSO അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ മാത്രമായിരിക്കും MSS. ഓക്കെ, ഫോർ മീ, എന്നെ സംബന്ധിച്ച് ഇതൊരു റീട്രേസ്മെന്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്കും ഇത് മനസ്സിലാവും, ഇതൊരു റീട്രേസ്മെന്റ് ആവുമെന്ന് മനസ്സിലാവുന്നത് വൺസ് നിങ്ങൾ കൂടുതൽ ചാർട്ട് കാണുമ്പോൾ, കൂടുതൽ മൂവ്മെന്റ്സ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് കിട്ടും. കാരണം ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ട്, ഇവിടെ ഒരു സിംഗ് ഹൈ ഉണ്ട്. അതാണ് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് എടുക്കാനുള്ള കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്കോ സ്ട്രക്ചർ എടുത്തു. ഇപ്പൊ നമുക്ക് ആ ബ്രേക്കോ സ്ട്രക്ചർ എടുത്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിലേക്ക് ഒരു IDM ഒക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് IDM വന്നിട്ടുണ്ട്, മാർക്കറ്റിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഡേ ലോ വന്നിട്ടുണ്ട്, പ്രീവിയസ് ഡേ ഹൈ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും എനിക്കിനി മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ നോക്കി. ഓക്കെ, അപ്പം IDM മാത്രം പോരാ, നമുക്ക് എന്തും വേണം, PD കൂടി വേണം. ഓക്കെ, യെസ്, നമുക്ക് ഇവിടെ ഒരു PD അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും ഏരിയയിൽ മാർക്കറ്റിൽ ഒരു PD ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ PD അവൈലബിൾ ആണെങ്കിൽ കൂടിയും ലാസ്റ്റ് മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് അഗ്രസീവ് ആയിട്ടാണ് മാർക്കറ്റ് വന്നത് അല്ലേ? ഇങ്ങോട്ടേക്ക് വന്ന ഈ ഒരു ഏരിയ കണ്ടോ, ഇത് ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് മാർക്കറ്റ് വന്നത്. അപ്പം ലോ ടൈം, സോറി, ഈ ഒരു 4 അവറിന്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇവിടെ എന്തൊക്കെ എഴുതണം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ 4 അവറിന്റെ ടൈം ഫ്രെയിമിൽ എഴുതുക. ഓക്കെ, മാർക്കറ്റ് ഈസ് ഇൻ മാർക്കറ്റ്. ഓക്കെ, ലൈക്ക് BOS പ്ലസ് കിട്ടി. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഡിമാൻഡ് ഓർ OB അവൈലബിൾ വിത്ത് IDM. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വിത്ത് IDM ആൻഡ് PDയും കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, PDയും കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എന്ത് അവൈലബിൾ ആണ്? ഈ ഒരു 4 അവർ ഓർഡർ ബ്ലോക്കിൽ ദർ ഈസ് പ്രീവിയസ് ഡേ ലോ അവൈലബിൾ ഇൻ ഓർഡർ ബ്ലോക്ക് അല്ലേ? ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ 4 അവറിന്റെ ഓർഡർ ബ്ലോക്കിൽ ഈ ഒരു പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഇത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഒന്നുകിൽ മാർക്കറ്റ് ഈ പ്രീവിയസ് ഡേ ലോ എന്ന് പറഞ്ഞാൽ 4 അവറിനേക്കാളും ഹയർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി, അപ്പം ഇതും കൂടി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോക്കിയേനു, പുതിയ ഹൈസിലേക്കുള്ള മൂവ്മെന്റ് നോക്കിയേനു. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഇപ്പൊ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു 4 അവറിന്റെ FEG ആണ് ഇവിടെ റെസ്പെക്ട് ചെയ്യണേ അല്ലേ? ഓക്കെ, ഇവിടെ കണ്ടോ, 4 അവർ FEG ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പം 4 അവർ FEG ഇപ്പൊ ഇന്നത്തെ ദിവസമാണ് നമ്മളിവിടെ ട്രേഡിങ്ങിന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇന്നത്തെ ദിവസമാണ് നമ്മൾ ട്രേഡിങ്ങിന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ നോക്കുമ്പം നമുക്ക് മനസ്സിലായി മുകളിൽ PD ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ പ്രീവിയസ് ഡേലോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. നമ്മൾ എൻട്രി എങ്ങനെ കൺസിഡർ ചെയ്യുള്ളൂ, ഈ ഒരു പ്രീവിയസ് ഡേലയും കൂടി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള, ഇതും കൂടി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് മൂവ്മെന്റ് തരാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ സിംഗ് ലോ സിംഗ് ഹൈ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുക, അവിടെയുള്ള ഏരിയാസ് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്, FEG അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു FEG നമുക്ക് മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ആ ഒരു പ്രീമിയത്തിലുള്ള കാര്യം മാത്രം കണ്ടെടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഏഷ്യൻ ഹൈലോ സെറ്റപ്പ് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം.
ഓക്കെ, 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 അവറിലും ഇവിടെ ഒരു ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലേ? ഇതൊരു 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് അല്ലേ? ഓക്കെ, 1 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ അവൈലബിൾ ആണ്. 1 അവറിന്റെ ഒരു FVG ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ നോട്ട് മിറ്റിഗേറ്റഡ് എന്ന് കഴിഞ്ഞു. ഓക്കെ, അപ്പം ചാൻസ് ടു ടേക്ക് ഔട്ട് PDL ഫ്രം 4 അവർ FVG. ഓക്കെ, ആ 4 അവർ FVG ഏതാ? ഇതാണ് നമ്മുടെ 4 അവർ FVG. ഓക്കെ, ഈ 4 അവർ FVGന്ന് ഉള്ള ഒരു മൂവ്മെന്റിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം? ഈ ഒരു PDL ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ വ്യൂ. ഞാൻ 1 അവറിലേക്ക് ഇട്ടു. 1 അവറിലേക്ക് ഞാൻ ഏഷ്യൻ്റെ ഹൈലോ മാർക്ക് ചെയ്തു. ഓക്കെ, ഏഷ്യൻ ഹൈലോ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം മാർക്കറ്റ് 2 to 3, 3 to 4, 3 to 4ലാണ് മാർക്കറ്റ് എന്ത് ചെയ്യണത്? ഈ ഒരു 4 അവർ FVG അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യണത്. ഓക്കെ, മാർക്കറ്റ് അവിടെ എടുക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, 50 മിനിറ്റിൽ നോക്കുമ്പോഴും ഇവിടെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? PD ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ നമുക്ക് ഇത് ടേക്ക് ഔട്ട് ചെയ്യണത് 1 മണിക്കാണ്. പക്ഷെ കീ ലെവൽ ടേക്ക് ഔട്ട് ചെയ്യണത് എപ്പോഴാ? 3 to 5, 3:15 അല്ലേ? അപ്പം നമുക്കിവിടെ ആ ഒരു ഏരിയ, ആ ഒരു സാധനം തന്നെ എടുക്കാം. ഇവിടെ നമ്മുടെ റൈറ്റിങ്സ് അവിടെ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞാൻ നെക്സ്റ്റ് ഇവിടെ എഴുതാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 1 അവറിൽ ചെന്നിട്ട് മാർക്കഡ് ഏഷ്യൻ ഹൈ, ഏഷ്യൻ ലോ. ഓക്കെ, ഏഷ്യൻ ഹൈ, ഏഷ്യൻ ലോ മാർക്ക് ചെയ്തു. 3 to 4ന്റെ ഇടയിൽ ടുക്ക് ഔട്ട് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ. ഓക്കെ, അതിനു മുന്നേ ഏഷ്യൻ്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏഷ്യൻ്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1 to 2ന്റെ ഇടയിൽ ടുക്ക് ഔട്ട് ഏഷ്യൻ ഹൈ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി. ഓക്കെ, 50 മിനിറ്റിൽ മാർക്കറ്റ് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? PD ക്രിയേറ്റഡ്. ഇതും ഞാൻ അവിടെ എഴുതി. ഓക്കെ, ഈ ഒരു ജേണൽ ചെയ്യുമ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? കൺഫർമേഷൻ കിട്ടണം. കൺഫർമേഷൻ ഞാൻ 3 മിനിറ്റ് നോക്കും, അല്ലെങ്കിൽ 5 മിനിറ്റ് നോക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് അവിടെ കൺസിഡറബിൾ ആണ്. ഓക്കെ, 3 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ബ്രേക്ക് വരണം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് നോക്കാം. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു 50%ന്റെ ഇവിടെ വെക്കുക. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് അത് രണ്ടും ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് 1:2 മിനിമം നമുക്ക് ഇവിടെ വേണം. ഓക്കെ, ആ രീതിയിൽ. ഓക്കെ, നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് ഇടാം. കുറേ റൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ഏഷ്യൻ ഹൈലോ. അപ്പൊ ഇതിന്റെ ഒരു റൂട്ട് മനസ്സിലായോ? എങ്ങനെയാണ് ഇത് ഓരോന്ന് ഹൈ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം വരണ്ടേ എന്നുള്ളൊരു ഐഡിയ മനസ്സിലായോ? വീണ്ടും കിളി പോയോ? നമ്മൾ വലിയ സംഭവങ്ങളൊന്നും ചെയ്യണില്ല. ലൈക്ക് നമ്മൾ ഹൈ ടൈം ഫ്രെയിം എടുക്കുന്നു, ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുന്നു, ആൻഡ് ലോ ടൈം ഫ്രെയിം എടുക്കുന്നു, കൺഫർമേഷൻ നോക്കുന്നു, ടൈം നോക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതിപ്പോ ടാർഗറ്റ് അടിച്ചില്ലേ നമുക്ക് ഉദ്ദേശിച്ച പോലെ? അതെ, TP അടിച്ചു. കാരണം നമ്മൾ ആ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതാണ്. ആക്ച്വൽ ഹൈ ടൈം ഫ്രെയിമിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ PDL ആണ്, പ്രീവിയസ് ഡേ ലോ ആണ്. കണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ വരെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരെ കൺസിഡർ ചെയ്യാം. ഇവിടെ 1:3 കിട്ടും. പ്രീവിയസ് ഡേ ലോ നമുക്ക് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഇത് ഇന്നത്തെ എക്സാമ്പിളാണ്.
ഓക്കെ.